നമ്മുടെ ഗ്രാമശ്രീ കർഷക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 1ാമത് വാർഷിക യോഗവും കുടുംബസംഗമവും ആരംഭിക്കുകയാണ്. ആദ്യമായി ഗുരുസ്മരണത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നിൻഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പുരളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനേ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു. ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ധന്യമായ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഗ്രാമശ്രീയുടെ രക്ഷാധികാരി ശ്രീ സിജു തൊണ്ടത്തിലവറുകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുരുകാമ്പച്ചൻ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കോമള ടീച്ചർ, അതുപോലെ തന്നെ സംഘത്തിൻ്റെ സെക്രട്ടറി ബൈജു, ആശംസകൾ അർപ്പിക്കാനായി എത്തിച്ചേർന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോന, പ്രിയപ്പെട്ട സ്കൂളിൻ്റെ മാസ്റ്റർ ജെയ്മി ടീച്ചർ, ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു, പ്രിയപ്പെട്ട മോഹൻദാസ് സാറ്, ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുടുംബ അംഗങ്ങളെ, നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 20 വ്യത്യസ്തമായ കുടുംബങ്ങളിലെ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബമായി മാറുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ അങ്ങനെ ചേരുവാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള മാസം തോറും യോഗങ്ങൾ കൂടുകയും നമ്മളുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ സന്തോഷങ്ങളിലും എല്ലാം നമ്മൾ അവിടെ എത്തുകയും പങ്കുചേരുകയും ഒക്കെ ചെയ്ത് പരസ്പരം സഹായിച്ച് നമ്മുടെ മുറ്റത്തൊരു ബാങ്ക് എന്ന പോലെയാണ് നമ്മുടെ സംഘം പ്രവർത്തിക്കുന്നത്. കാർഷിക രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏകോപിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളുടെ 20 അംഗങ്ങൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന വലിയ കുടുംബം, വലിയ അംഗസംഖ്യയാണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ബലം. ഏകദേശം നമ്മൾ 10-60 പേരോളം വന്ന് ചേരേണ്ടതായിരുന്നു.
ഇനിയും കുറച്ച് പേര് കൂടി വന്നു ചേരും. എല്ലാ അംഗങ്ങളും നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടിയുണ്ട്, വടംവലിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണവും കഴിച്ച് വളരെ സന്തോഷമായിട്ട് നമുക്ക് പിരിയണം. അടുത്ത ഒരു വർഷം കഴിഞ്ഞാണ് ഇനി വാർഷികമുള്ളത്. അതും അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പും ഇതിൻ്റെ പോരായ്മകളെല്ലാം നമ്മൾ മനസ്സിലാക്കി അടുത്തതിനുള്ള തയ്യാറെടുപ്പ് കൂടി ആയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയുവാനായിട്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ മുരുകാംബുജൻ, സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും നമ്മളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ മുരുകാംബുജനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യായ ശ്രീ കോമൺ ടീച്ചറാണ്. ടീച്ചറിനെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൂടിയാണ്. ടീച്ചറിനെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുവാനും നമ്മളെ കണ്ട് എന്തായാലും കഴിഞ്ഞ ടീച്ചറൊക്കെ അധികാരമേറ്റതിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് ഒന്ന് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല നിലയിൽ മുമ്പോട്ട് ഈ 5 വർഷക്കാലം ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഭരണം മുമ്പോട്ട് പോകും. അപ്പം ആ ഭരണകാര്യങ്ങളും ആ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മളോട് ടീച്ചർ വിശദീകരിക്കും. അതിൻ്റെ ഭാഗവാക്കാവാൻ നമ്മളെ ടീച്ചർ ക്ഷണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ടീച്ചറിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വന്ന ടീച്ചറിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ ബഹുമാനത്തോടെ. അടുത്തതായിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനാർത്ഥികളായിട്ട് അംഗങ്ങളായിട്ട് ജയിച്ചു വന്നവർ എല്ലാവരും ചെറുപ്പക്കാരാണ്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സോന മെമ്പറെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടെ വരാമെന്ന് പറയുകയും കൃത്യസമയത്തിന് മുന്നേ തന്നെ എത്തിച്ചേരുകയും ചെയ്ത പ്രിയപ്പെട്ട സോന മെമ്പർക്ക് ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു, പ്രിയപ്പെട്ട കലേഷ് രാജു അവരെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോഹൻദാസ് സാറിനെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, നല്ല രീതിയിൽ സ്കൂളിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ടീച്ചർ, വളരെ നല്ല കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം, അതുപോലെ തന്നെ അപ്പുറത്ത് പുതിയ ബിൽഡിങ് എല്ലാം ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഇവിടെ സ്ഥാപിച്ച് കിട്ടുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സാധിച്ചത്. വാർഷികമായിരുന്നു ഇന്നലെ. വളരെ നല്ല രീതിയിൽ ടീച്ചർ അത് കോർഡിനേറ്റ് ചെയ്യുകയും ആളുകളുടെ പങ്കാളിത്തം എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കാൻ ഞാൻ എത്തിച്ചേർന്ന ടീച്ചറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. അതിന് നമ്മുടെ പുഷ്പ മോഹൻ സാറാണ് വരുന്നത്. അദ്ദേഹം 12:30 ആകുമ്പോഴത്തേക്ക് എത്തും. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കണക്ക് റിപ്പോർട്ടോടെ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സെക്രട്ടറിയെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം വിജയിപ്പിക്കാനായി എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ നേരത്തെ എത്തിച്ചേരുകയും എല്ലാ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ഭംഗിയായി നിറവേറ്റുകയും ചെയ്ത് ഈ യോഗം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ധന്യമായ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി കോമൺ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ പ്രിയപ്പെട്ട സോന ടീച്ചർ, അവിടെ ശാഖായോഗത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമൻ കലേഷ് രാജു, പ്രിയപ്പെട്ട മോഹൻദാസ് സാറ്, ഹെഡ് മാസ്റ്റർ ടീച്ചർ ബൈജു, സിജു തുടങ്ങി പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഒരു ചെറിയ കൂട്ടായ്മയായി നമ്മൾ തുടങ്ങി വെച്ചതാണ് ഗ്രാമശ്രീ കർഷക സ്വയം സഹായ സംഘം. ഒരു സ്വയം സഹായ സംഘം എന്ന നിലയിൽ ആരംഭിച്ച് പിന്നീട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് നമ്മൾ കടന്നപ്പോൾ കുറച്ചുകൂടി
വിശാലമാക്കി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇനി ആ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അത് രജിസ്റ്റർ ചെയ്ത് തരിക കിട്ടുക എന്നുള്ളൊരു ഇത് മാത്രമാണ് ഇനി ആ കാര്യത്തിൽ ബാക്കിയുള്ളത്. അങ്ങനെ ഈ പഞ്ചായത്തിലെ ഏതാണ്ട് 3-4 വാർഡുകളിലായി കരിമ്പൻ മുതൽ ഇങ്ങോട്ട് കത്തിപ്പാറ, ആൽപ്പാറ, ചുരുളി ഇങ്ങനെ വിവിധ മേഖലകളിലായി താമസിക്കുന്ന, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന, വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം കൂടി ചേർന്ന് ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലയ്ക്കാണ് ഈ ഗ്രാമശ്രീ കർഷക സംഘം രൂപം കൊണ്ടത്. എന്നാൽ ഇന്ന് ഈ 1 വർഷം കഴിയുമ്പോൾ ഈ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ ഒരു കുടുംബത്തെ പോലെ ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അതൊരു വലിയ വിജയം തന്നെയാണ്. കാരണം ഓരോ കുടുംബങ്ങളിലും എന്താവശ്യങ്ങളുണ്ടായാലും എല്ലാവരും ഓടിയെത്തുന്നു. ഓരോ യോഗങ്ങളും ഓരോ കുടുംബത്തിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ എല്ലാവരും എത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതം പങ്കിടുന്നു, ബന്ധങ്ങൾ പുതുക്കുന്നു. അങ്ങനെ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ നൂതനമായ ആവശ്യങ്ങളും സർക്കാരും അതുപോലെ കൃഷി വകുപ്പും ഉൾപ്പെടെയുള്ള അവർ നൽകുന്ന ഗ്രാൻറ്റുകളും പ്രോത്സാഹനങ്ങളും ഒക്കെ വേണ്ട വിധത്തിൽ ഏകോപിപ്പിച്ച് അത് കർഷകരിലേക്ക് എത്തിച്ച് പുതിയൊരു കാർഷിക സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി നമ്മുടെ കൂട്ടായ്മയ്ക്കുണ്ട്. എന്തായാലും ആ കാര്യത്തിലെല്ലാം വരുന്ന നാളുകളിൽ കൂടുതൽ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് സാധിക്കും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കോമൺ ടീച്ചറെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രാമശ്രീ സൊസൈറ്റിയുടെ ഇവിടെ ഇരിക്കുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുരുകാംബുജൻ, വേദിയിലിരിക്കുന്ന ബൈജു ഈറ്റുവേലിൽ അവർകൾ, ആശംസകൾ അറിയിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന ട്രീസ ജോബി, ശ്രീ കലേഷ്, ശ്രീ ഷൺമുഖദാസ്, പ്രിയപ്പെട്ട ടീച്ചർ ദേവി ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ആളുകൾ കുറച്ചാണെങ്കിൽ പോലെയും സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നല്ല നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. അറിവും പരിചയവും പ്രവർത്തനവും പാഠവുമുള്ള നേതൃത്വം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഘത്തെ കൂടുതൽ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ലപോലെ സ്നേഹിക്കുന്നതിനോടൊപ്പം അവർക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുക്കണം. അതിന് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കണമെന്ന് പ്രത്യേകം ഞാൻ പറയുകയാണ്. പിന്നെ ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. അതിനുവേണ്ടി പഞ്ചായത്തിൽ കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3-4 പദ്ധതികളുണ്ട്. അതെല്ലാം നമുക്ക് വളരെ നല്ല പദ്ധതികളാണ്. അതെല്ലാം നിങ്ങളെ കാലാകാലങ്ങളിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഈ സംഘത്തിൻ്റെ ഈ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാന്യയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി കുമാരി സോന ട്രീസ ജോബി സ്നേഹപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായ ഏറെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുരുകാംബുജൻ സർ, ഉദ്ഘാടനം ചെയ്ത ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം ടീച്ചർ, വേദിയിൽ മാഹിനിയ സാന്നിധ്യമുണ്ട്. വേദിയിലിരിക്കുന്ന ബൈജു ചേട്ടൻ, കലീർ ചേട്ടൻ, മറ്റ് പ്രിയമുള്ളവരെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞ് തെറ്റിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് സന്തോഷം ഇന്ന് നിങ്ങളോടൊപ്പം ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ. ഇപ്പം സ്വാഗതം പറഞ്ഞ ചേട്ടൻ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു കൂട്ടായ്മ മാത്രമല്ല, ഒരു കുടുംബം പോലെ ഒന്നായി സന്തോഷത്തിലും ദുഃഖത്തിലും ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണിതെന്ന്. ഇപ്പോൾ 20 പേരാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ അംഗങ്ങളുടെ എണ്ണം കൂടി വലിയൊരു സംഘമായി മാറാൻ സാധിക്കട്ടെ എന്ന് ഏറ്റവും ആദ്യം തന്നെ ആശംസിക്കുകയാണ്.
ചേട്ടൻ പറഞ്ഞു വെച്ചതുപോലെ ഇപ്പൊ നിങ്ങൾ ഇതിനെ കാണുന്നത് മുറ്റത്തൊരു ബാങ്ക് എന്ന പോലെയാണ്. അങ്ങനെ ഫിനാൻഷ്യലി മാത്രമല്ലാണ്ട് ഇപ്പൊ നമ്മുടെ സന്തോഷത്തിനും ദുഃഖത്തിനും എല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സൗഹൃദത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിലേറെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് ബൈജു ചേട്ടൻ ഈ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചപ്പം ഒരു പ്രത്യേക കാര്യം കൂടി പറഞ്ഞു. നമ്മുടെ ഈ സംഘം ബ്ലോക്കിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന്. ഇപ്പൊ നമ്മുടെ ബ്ലോക്കില് വനിതാ സംഘങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നില്ല, പുരുഷ സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ സാഹചര്യത്തില് ഈ സംഘം ബ്ലോക്കിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അതറിയിച്ചത് കൊണ്ട് ഒരു അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ ഫോമും കൂടെ കരുതിയാണ് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ അപേക്ഷാ ഫോമും ഞാൻ വൈദ്യു ചേട്ടനെ കൈമാറുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ബ്ലോക്കിന്റെ എന്ത് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതിൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ യോഗത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അർപ്പിക്കുന്നതിനായി SNDP ശാഖായോഗത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജേഷ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, പ്രിയമുള്ള മുരുകാമ്പച്ചൻ, നമ്മുടെ ഈ ഗ്രാമശ്രീയുടെ 1ാമത് വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട കോമൺ ടീച്ചർ, അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ സോന, പ്രിയപ്പെട്ട വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ആദ്യം തന്നെ സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീചേട്ടൻ ഇവിടെ അവതരിപ്പിച്ചു 60 പേര് പങ്കെടുക്കണം ഒരു കുടുംബ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ പ്രോഗ്രാമിൽ 60 പേര് പങ്കെടുക്കണമെന്ന്. ഒരു നിബന്ധനകളെല്ലാം ശ്രീചേട്ടൻ ആദ്യം തന്നെ വായിച്ചു. ഒരു 4 പേരടങ്ങുന്ന അംഗങ്ങൾ കൃത്യമായി നമ്മുടെ ഈ വാർഷികാഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് നേരത്തെ അറിയിച്ചായിരുന്നു എന്ന്. നമ്മൾ അടുത്ത വാർഷികത്തിന് പോരായ്മകളെല്ലാം തീർത്ത് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം എന്നും ശ്രീചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചേലച്ചോട്ടിൽ തന്നെ 22 വർഷം ആഘോഷിച്ച 22ാമത് വാർഷികം ആഘോഷിച്ച ചേലച്ചോട്ടിലൊരു സംഘമുണ്ട്. കമലാസൻ സാർ പ്രസിഡന്റും ഇപ്പോൾ ഷാജി മടവനക്കുന്ന സെക്രട്ടറിയുമായ ഒരു ഗുരുചൈതന്യ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘം 22ാമത് വാർഷികം എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ മാസമാണ് ആഘോഷിച്ചത്. അതിൽ ഒരു 100-ൽ പരം ആളുകൾ പങ്കെടുക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലുള്ള ആളുകളും അതുപോലെ നമ്മുടെ യൂട്യൂബറുമായ ജോൺസൺ സാറും എല്ലാവരും പങ്കെടുക്കുകയുണ്ടായി. ആദ്യമൊക്കെ ഇതുപോലെ ശ്രീചേട്ടനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യമൊക്കെ അച്ഛനായിരുന്നത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും, ഇപ്പം ഇതുപോലെ തന്നെ എല്ലാ മാസവും ഒരു വീട്ടിൽ കൂടുന്ന സംഘത്തിൽ അച്ഛനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അച്ഛനെ വയ്യാണ്ടായപ്പോഴത്തേക്ക് ഞാനാണ് പോകുന്നത്. ആ സമയത്തും ആദ്യം തുടക്കത്തിലെ ആളുകളുടെ ഒരു പങ്കാളിത്തം, കുടുംബാംഗങ്ങളുടെ ഒരു പങ്കാളിത്തം കുറവ് തന്നെയായിരുന്നു. നമ്മുടെ ശ്രീചേട്ടൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും എല്ലാവരുടെയും എല്ലാ കൂട്ടായ്മയിലും സുഖത്തിലും സന്തോഷത്തിലും പങ്കാളികളായി ഈ 20 പേരും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ആ കുടുംബത്തിലേക്കുള്ള എല്ലാ ശ്രദ്ധയും നമ്മുടെ ഒരു വീഴ്ചയിലും എല്ലാ നേട്ടത്തിലും കോട്ടത്തിലും എല്ലാവർക്കും ആ കുടുംബമായിട്ട് യോജിച്ച് നിന്ന് ഇതിൻ്റെ നേതൃത്വം ഓരോ വർഷം ചെല്ലുന്തോറും ഭരണസമിതി മാറി വരുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഇത് നേതൃത്വം നിങ്ങൾക്ക് നമ്മുടെ ഈ പൊതുയോഗം തീരുമാനിക്കുന്ന പോലെ തന്നെ ഇവരെ തുടർന്ന് പോവുക, അങ്ങനത്തെ ഒരു സംവിധാനം തീരുമാനിക്കാം. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഓരോ വർഷവും ഇവരുടെ നേതൃത്വത്തോടു കൂടി യോജിച്ച് നല്ല ഭംഗിയായിട്ട് ഒരുപാട് വാർഷികങ്ങൾ ആഘോഷിക്കുന്നതിനും അടുത്ത വർഷം ഇതിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഭംഗിയുള്ളൊരു പ്രോഗ്രാമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നിർത്തുന്നു. താങ്ക് യു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മോഹൻദാസ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുരുകാമ്പച്ചൻ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടക അമ്മ ടീച്ചർ, സ്നേഹബഹുമാന്യായ സോന, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള കുടുംബാംഗങ്ങളെ,
20 കുടുംബങ്ങളുടെ കൂട്ടായ്മ എന്ന് വെച്ചാൽ നിസ്സാരമല്ല. നമ്മൾ ഇപ്പം എല്ലാ കുടുംബത്തിൽ നിന്നും പ്രാതിനിധ്യമുണ്ട്. ഇപ്പം ഞങ്ങളാണെങ്കിൽ വിഷ്ണുവുണ്ട്, വീണയുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ട് ഞാനും ടീച്ചറും വന്നതേ ഉള്ളൂ. അവിടെയാണ് മക്കൾ ഇന്ന് മറ്റ് സ്ഥലങ്ങളിലായിരിക്കും. ചിലപ്പം ഇന്ന് മക്കളുടെ നാളെ SLC പരീക്ഷ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ +2 പരീക്ഷ ഉള്ളതുകൊണ്ട് ആ മക്കൾ ഇവിടെ വന്ന് 2-3 മണിക്കൂർ ഈ നാളത്തെ പരീക്ഷ ഒഴിവാക്കി ഇരിക്കുക എന്ന് വെച്ചാൽ സാധിക്കത്തില്ല. ആൾ കുറഞ്ഞ ആൾ കുറവല്ല സത്യത്തിൽ, അല്ലേ? നമ്മുടെ ഈ കുടുംബത്തിൻ്റെ പിൻബലം എന്ന് വെച്ചാൽ വളരെ വലുതാണ്, വലിയ കൂട്ടായ്മയാണ്. ആ ഐക്യം അത് വളരെ വലുതാണെന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ആ കൂട്ടായ്മയോടെ സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇത് രൂപപ്പെടുത്തത് ആ ലക്ഷ്യം നമുക്ക് കൈവരും. ഉണ്ട്, അല്ലേ? നമ്മൾ ഒരു അവസരത്തിൻ്റെ ഒരു ചെറിയ ഒരു ഘടിക പോലും നമ്മുടെ ഈ സ്നേഹത്തിനില്ല. എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സ്ഥാനമാനങ്ങൾ ആർക്കും വേണമെന്നില്ല, അല്ലേ? ആർക്കും ഒരു പിടിവിലിയില്ല. ഉത്തരവാദിത്തത്തോടെ ഒരു ചുമല ഏൽപ്പിക്കുന്നു, അവർ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നു. ഇതിനകത്ത് ഓരോ വ്യക്തിത്വങ്ങളും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലൊക്കെ പ്രവർത്തിച്ച് വലിയ ബന്ധമുള്ളവരാണ്. സിജു ആയിക്കോട്ടെ, ശാഖ സെക്രട്ടറി ആയിട്ട് കാലഘട്ടങ്ങൾ, നമ്മുടെ ഏറ്റവും സുഹൃത്തായ കലേഷ് നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിലെ ആളാണ്. എല്ലാവരും, ടീച്ചറായിക്കോട്ടെ, നമ്മുടെ സൗഹൃദവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഈ സംഘത്തിന് തുണയാണ്, ശക്തിയാണ്, കരുത്താണ്. അപ്പം ആ വലിയ കരുത്തിൽ നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. ആ കൂട്ടായ്മ മുന്നോട്ട് പോകാം. അടുത്ത വാർഷികം നമുക്ക്, അല്ലേ, ഇപ്പോഴേ നമ്മൾ സ്വപ്നം കാണണം. നമ്മൾ എങ്ങനെ അടുത്ത വർഷത്തെ വാർഷികം എങ്ങനെ ആകണോ അതുപോലെ നമുക്ക് ആകാനായിട്ട് സാധിക്കും. ശ്രീജയ എന്ന് പറഞ്ഞൊരു കൊച്ച് ഇന്നലെ സിവിൽ സർവീസിൽ 86ാം റാങ്ക് വാങ്ങിച്ചു. അവരുടെ പിൻബലം എന്ന് വെച്ചാൽ കൂട്ടായ്മയാണ്. അച്ഛൻ, അമ്മ, അമ്മയുടെ സഹോദരങ്ങൾ, ശ്രീജയുടെ സഹോദരൻ. ആ പിതാവ് പറയുക, എൻ്റെ കയ്യിൽ ഇപ്പോൾ 200 രൂപ ഉണ്ട്. അഭിമാനത്തോടെ പറയുന്നത്. അനിയെ കൊണ്ടുവന്നൊരു 500 രൂപ തന്നു. ഒരു IAS കിട്ടും. പക്ഷെ അതിൻ്റെ സ്വപ്നം ഇന്ത്യക്കകത്തെ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോരാ. ആ കൊച്ചിനെ മാതാപിതാക്കൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ലോകം മുഴുവൻ പറന്ന് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് മതി. സയൻസ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ നിർബന്ധിക്കും. പക്ഷെ കൊച്ചിന് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ അതിന് മനസ്സിലായി ഒരു പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലോയും ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും. അപ്പം സാമ്പത്തിക പരിമിതി നമുക്ക് ഒന്നുമല്ല. ഒരു ചെറിയ ദിവസവും കുരിപ്പടിക്ക് രാവിലെ പൊതിയും കെട്ടി പോകും. അതിൻ്റെ കരുത്തെന്ന് പറയുന്ന അമ്മ പൊതിഞ്ഞു കൊടുക്കുന്ന ചോറിൻ്റെ കരുത്ത്, അതൊരു വലിയ സ്നേഹമുണ്ട്. അച്ഛനും അമ്മയും സ്നേഹത്തോടെ കരുതുന്ന, ആ മകൾക്ക് വേണ്ടി കരുതുന്ന ആ വലിയ പ്രവർത്തനം ആ മകൾ ഉൾക്കൊള്ളുന്നു. അച്ഛനും മകളും കൂടെ വീട്ടിൽ കുഞ്ഞ് പെയിൻറ്റിങ് ഉണ്ടോ, ആ കൊച്ചും കൂടെ ഒരുമിച്ച് അടിച്ച് ഒരുമിച്ച് പങ്കുവെക്കുന്നു. സുഖദുഃഖങ്ങളും സാമ്പത്തികവും എല്ലാം പരസ്പരം അറിഞ്ഞു കഴിയുമ്പോൾ അതിനെയൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ലാതെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉള്ളത് അച്ഛൻ, അമ്മ, സഹോദരൻ, ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ ശക്തിയാണ്. അപ്പോൾ ഒരു കുഞ്ഞു കുടുംബത്തിന് അത്രയും വലിയ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ 20 കുടുംബത്തിൻ്റെ ശക്തി എന്തുവാ, അല്ലേ? നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അതിൻ്റെ തണലും കരുത്തും കൊടുക്കാം. ഒരു കൊച്ചിന് അത് പഠിക്കാനൊരു ആവശ്യമുണ്ടോ? ആ ശ്രീജയുടെ അമ്മയുടെ ആങ്ങള കൊണ്ടുപോയി 500 രൂപ കൊടുക്കുന്നത് പോലെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിലെ ഈ കുടുംബ കൂട്ടായ്മയുടെ അംഗങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ പണം നമ്മൾ എത്തും, തടസ്സമില്ല. എന്തിനും നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ആശംസകളും നേരിടും. താങ്ക് യു. ആശംസകൾ അർപ്പിക്കുന്നതിന് പ്രിയപ്പെട്ട മാസ്റ്റർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏവർക്കും വന്ദനം. ചുരുളി ശാഖയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമശ്രീ എന്ന കർഷക സ്വയം സേവാ സംഘം രൂപപ്പെടുകയും ആ സംഘത്തിൻ്റെ അംഗീകാരം, രജിസ്ട്രേഷനുള്ള പേപ്പർ ബ്ലോക്ക് മെമ്പർ സോന ട്രീസ നമ്മുടെ പ്രിയങ്കരനായ വൈഷന് കൈമാറുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീത നിമിഷത്തിൽ സാന്നിധ്യം വഹിക്കുവാനുള്ള അവസരം ലഭിച്ചത്, ഈ അവസരത്തിന് ഇവിടെ ഒരു ആശംസ നൽകുന്നതിനും ഈ അവസരത്തിൽ ഉൾപ്പെടുവാനും അനുവാദം നൽകി എന്നെ ക്ഷണിക്കുകയും ചെയ്ത ഈ സംഘത്തിന്റെ ഭാരവാഹികൾ
എന്നോട് കാണിച്ച ഒരു അംഗീകാരമായി ഈ സ്കൂളിലെ HM എന്ന നിലയിലും ലോക വനിതാ ദിനത്തിൽ ഒരു HM ആയി ഈ വേദിയിൽ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചത് ഒരു ഈശ്വരാനുഗ്രഹമായും ഞാൻ കണക്കാക്കുന്നു. ഈ സംഘത്തിലെ ഓരോ അംഗങ്ങളും എത്ര മനഃശുദ്ധിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഒരു സംഘം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നിറവേറ്റാൻ ഒത്തൊരുമയോടുകൂടി ചേർന്ന് നിൽക്കുക എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. കുഞ്ഞു മക്കൾ ഉൾപ്പെടെ, പ്രായമായവരുൾപ്പെടെ, ചെറുപ്പക്കാരുൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ഒരേ മനസ്സോടെ സന്നിഹിതമായിരിക്കുന്ന ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ഈ സംഘം പൂർണ്ണമായും വിജയമായി നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഒരു സംഘം എന്ന് പറയുന്നത് വ്യക്തിപരമായ നേട്ടമല്ല, ഓരോ വ്യക്തിയുടെയും നേട്ടമാണെന്ന് കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കുവാനുള്ള എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ബൈജുവിനെ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഗ്രാമശ്രീ സംഘത്തിൻ്റെ പ്രസിഡന്റുമായ സ്നേഹമുള്ള മുരുകാപുജൻ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ കുടുംബാംഗമായ കോമൺ ടീച്ചർ, ബ്ലോക്ക് മെമ്പർ, നമ്മുടെ മോളിൽ നിന്ന് തന്നെ വിളിക്കുന്ന നമ്മുടെ സോന മോള്, നമ്മുടെ ശാഖ പ്രസിഡന്റ് ബഹുമാന്യായ കലേഷ് മോഹൻദാസ് സാറ്, നമ്മുടെ ഹെഡ് മാസ്റ്റർ ജെയ്മി ടീച്ചർ, ഈ സംഘത്തിൻ്റെ ഇതിനാദ്യം ഒരു ഐഡിയ പറയുകയും ഇങ്ങനെ ആശയം മുമ്പോട്ട് വെക്കുകയും ചെയ്ത ഈ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി സിജു ചേട്ടൻ, ഏറ്റവും സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, നമ്മളെയൊക്കെ ഇവിടെ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ നമ്മുടെ ഫോട്ടോയൊക്കെ പകർത്താനും നമുക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ സാറ്. ഈ വേദിയിൽ നിങ്ങൾ എത്തിയതിന് ആദ്യം തന്നെ എല്ലാ തരത്തിലുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, ഇത് കറക്റ്റ് 12ാമത്തെ മീറ്റിംഗ് ആണ് ഇന്ന് നമ്മുടെ ഈ വാർഷികമായിട്ട് കൂടുന്നത്. ഈ കഴിഞ്ഞ 11 മീറ്റിംഗും ഗ്രാമശ്രീ സംഘത്തിൻ്റെ ഒരു വ്യത്യസ്ത കാഴ്ച തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന 20 കുടുംബങ്ങളിലും 11 കുടുംബങ്ങളിൽ ഇതിന്റെ കൂട്ടായ്മ നടന്നു. ഈ 11 കൂട്ടായ്മയും ആ വീട്ടുകാരെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും ഇങ്ങനെയും ഒരു സംഘമോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുമാണ് ഗ്രാമശ്രീ സംഘം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പലതരത്തിൽപ്പെട്ട വ്യത്യസ്തമായ ആളുകൾ, അതിനകത്ത് കൂലിപ്പണി ചെയ്യുന്ന ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളും റിട്ടയർഡ് അധ്യാപകരും എല്ലാവരും ഉൾപ്പെടുന്ന ഈ സംഘത്തില് ഈ ട്രസ്റ്റിന്റെ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന് 20 അംഗങ്ങളും 1-2 സംഘത്തിൽ മാത്രമാണ് 1-2 മെമ്പർമാർ അത്യാവശ്യം വരാതിരുന്നുള്ളൂ. ബാക്കി എല്ലാ മീറ്റിങ്ങിലും ഫുൾ കോറം തികഞ്ഞുള്ള സംഘം നടക്കുന്ന ഒരു ട്രസ്റ്റാണ് ഗ്രാമശ്രീ. അപ്പൊ ഞാനിത് റിപ്പോർട്ട് വായിക്കാൻ നേരെ വന്നാൽ മതിയല്ലോ, പക്ഷെ ഇത്രയും പറഞ്ഞു പോയില്ലെങ്കിൽ അത് നന്ദികേടാവും. കാരണം ഇവരുടെ അത്രയും പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും കൂടി കരുതലോടുകൂടി തന്നെ കാണുന്ന ഒരു ട്രസ്റ്റാണ്. ഇപ്പം ആദ്യം തന്നെ പറഞ്ഞൊരു ചെറിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് കാണുന്ന സംഘമാണെന്ന് പറഞ്ഞു. അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളതിൽ പല ആളുകളും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിയുമ്പോൾ മറ്റാരുടെ മുമ്പിൽ കൈ നീട്ടാതെ ആദ്യം വിളിക്കുന്നത് സംഘത്തിൽ വിളിക്കുകയും അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്ത് സഹായിക്കാൻ നമ്മളെ കൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഈ ട്രസ്റ്റിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏകദേശം 1,65,000 രൂപയോളം ഈ സംഘത്തിലുള്ള ആളുകൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായ്പയായിട്ട് എടുക്കാനും തിരിച്ചുമറി ചെയ്യുവാനും ഒക്കെ ഈ സംഘം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് വായിക്കാം. ചുരുളി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1754 നമ്പർ ശാഖയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള 20 കുടുംബ അംഗങ്ങൾ ചേർന്ന് 30/3/2025 ഞായറാഴ്ച ഗ്രാമശ്രീ കർഷക ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ ഒരു കൂട്ടായ്മ ശ്രീ സിജു തുണ്ടത്തിൽ അവരുടെ ഭവനത്തിൽ ചേർന്നു. സംഘങ്ങളുടെ കുടുംബ ഉന്നമനത്തിനും സാമൂഹ്യ സേവന രംഗത്ത് സംഘത്തിന് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇടപെടാനും ജൈവ കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘം സ്ഥാപിതമായിട്ടുള്ളത്. ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങൾ ശ്രീ സിജു തുണ്ടത്തിൽ, ഷാജി പാതാപ്പിളിൽ, സജി KS,
സുരേഷ് മണിമലക്കുന്നിൽ, സജീവ് PK, ഷാജി അമ്പനാട്ട്, ബിബിൻ തോപ്പിൽ, അജിത്ത് ചെള്ളൂപ്ര, ഹരീഷ്ലാൽ കുന്നിൽ, ശിവദാസ് കോട്ടക്കുഴി, സിജു മാതാനത്ത്, അജി ചെങ്ങാങ്കൽ, മുരുകാപുരൻ പാതാപ്പുള്ളിൽ, ബൈജു ഈറ്റുവേലി, മോഹൻദാസ് ചെമ്പകുളം, അരുൺകുമാർ ധനപാലൻ, ബാബു കുറ്റിത്തറയിൽ, സതീഷ് കുമാർ വള്ളിപ്പടവിൽ, അനീഷ് കുടിലുമറ്റം, ജിഷ്ണു ഇഞ്ചപ്ലാക്കൽ എന്നീ വ്യക്തിത്വങ്ങളാണ് ഈ ടീമിലുള്ളത്. ഈ 20 അംഗങ്ങളിൽ നിന്നും സംഘത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ കമ്മിറ്റി കഴിഞ്ഞ ഒരു വർഷം വളരെ വിജയകരമായി സംഘം മുമ്പോട്ട് നയിക്കുകയും ചെയ്തു. കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവര് രക്ഷാധികാരിയായി ശ്രീ സിജു തുണ്ടത്തിൽ, പ്രസിഡന്റ് മുരുകാപുരൻ പാതാപ്പള്ളി, വൈസ് പ്രസിഡന്റ് സിജു മാതാനത്ത്, സെക്രട്ടറി ബൈജു ഈറ്റുവേലി, കമ്മിറ്റി അംഗങ്ങളായി അജി ചെങ്ങാങ്കൽ, ഷാജി പാതാപ്പള്ളി, മോഹൻദാസ് ചെമ്പകുളം, അരുൺകുമാർ ധനപാൽ എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. മാസത്തിൽ ഒരിക്കൽ സംഘങ്ങളുടെ വീടുകളിൽ മാറി മാറി കൂടുന്നതിനും നിക്ഷേപമായി പ്രതിമാസം 500 രൂപ വീതം എടുക്കുന്നതിന് തീരുമാനിച്ചു. നിക്ഷേപമായി പിരിഞ്ഞു കിട്ടുന്ന പൈസ ആവശ്യമുള്ള സംഘങ്ങൾക്ക് വായ്പ എടുക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചു. 1/6/2025 ഞായറാഴ്ച ശ്രീ PK മോഹൻദാസ് അവരുടെ ഭവനത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ വെച്ച് സംഘാംഗങ്ങളുടെ കുട്ടികളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും അവർക്ക് കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ കഴിഞ്ഞ ചതയത്തിന് ഹരിതശ്രീ കുടുംബയോഗത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ക്ഷേത്ര പരിസരം വൃത്തിയാക്കാനും ചതയത്തിന് മുന്നോടി ക്ഷേത്രം ഓടി പിടിക്കാൻ സഹായിക്കുകയും ചെയ്തു. കഴിഞ്ഞ ശാഖായോഗം പൊതുയോഗത്തിൽ നടന്ന തെരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റ് അംഗമായ ബൈജു ശിവൻ വൈസ് പ്രസിഡന്റായി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി PK മോഹൻദാസ്, സുരേഷ് മണിമലക്കുന്നിൽ, ബിബിൻ തോപ്പിൽ എന്നിവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അവരെ ട്രസ്റ്റ് അംഗങ്ങൾ അനുമോദിച്ചു. അതുപോലെ പുതിയ കമ്മിറ്റി രൂപീകരിച്ച യൂത്ത് മൂവ്മെന്റ് കമ്മിറ്റിയിൽ ട്രസ്റ്റ് അംഗങ്ങളായി സിജു കരുണാകരൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റായി, ജിഷ്ണു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അവരെയും ട്രസ്റ്റ് അംഗങ്ങൾ അനുമോദിച്ചു. ട്രസ്റ്റിലെ അംഗങ്ങളുടെ തീരുമാനപ്രകാരം സംഘം തൊടുപുഴയിൽ കർഷക സഹായ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യുവാൻ ചർച്ച ചെയ്യുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും അതിനുവേണ്ടി സംഘം പ്രസിഡന്റ് ശ്രീ മുരുകാപുരൻ പാതാപ്പള്ളിയെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം സംഘം തടിയമ്പാട് ബ്ലോക്ക് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ തവണ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ട്രസ്റ്റ് അംഗമായ ശ്രീമതി കോമള മോഹൻദാസ് മത്സരിക്കുന്ന വിവരം അറിയിക്കുകയും ട്രസ്റ്റ് അംഗങ്ങൾ രാഷ്ട്രീയം മറന്ന് കുടുംബാംഗത്തെ വിജയിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ട്രസ്റ്റിൽ ടീച്ചർ മത്സരിക്കുന്ന വാർഡിലുള്ള കുടുംബാംഗങ്ങളുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ടീച്ചറുടെ വിജയത്തിൽ പങ്കാളിയാകുവാൻ ഈ സംഘത്തിന് സാധിക്കുകയും ചെയ്തു. ഗുരുദേവ അനുഗ്രഹത്താൽ ടീച്ചറിന്റെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനം ലഭിക്കുകയും ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഒറ്റക്കെട്ടായി ബൈജു ശിവന്റെ വീട്ടിൽ കൂടി ടീച്ചറിനെ അനുമോദിക്കുകയും ചെയ്തു. വിവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 20 അംഗങ്ങളാണെങ്കിലും യോഗം ഉള്ള ദിവസം എല്ലാവരും കൃത്യസമയത്തിന് എത്തുകയും പരമാവധി എല്ലാ യോഗങ്ങളും ഫുൾ കോറത്തിൽ എത്താറുമുണ്ട്. കഴിഞ്ഞ 11 മാസമായി നടക്കുന്ന യോഗത്തിൽ ഓരോ കുടുംബങ്ങളും കൂടപ്പറപ്പുകളെ പോലെ സ്വീകരിക്കുകയും സുഭിക്ഷമായ ഭക്ഷണത്തോടെ ഒരുക്കി സംഘം ഗംഭീരമാക്കാറുണ്ട്. ഇനി മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ സാമൂഹ്യ സേവന രംഗത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ശക്തി നാടിനും കൂടി ഗുണപ്രദമായ രീതിയിൽ പ്രവർത്തിക്കണം എന്നുമാണ് തീരുമാനം. വരവ് ചെലവ് കണക്ക് കഴിഞ്ഞ 11 സംഘമാണ് നടന്നിട്ടുള്ളത്. നമുക്ക് മൊത്തം വരവിനത്തിൽ ഉള്ളത് 1,26,500 രൂപയാണ്. ചെലവിനത്തിൽ 1,08,770 രൂപയും നീക്കി ബാക്കിയായി 17,730 രൂപയും കയ്യിലുണ്ട്. ഇതുവരെയും 1,65,000 രൂപയോളം നമുക്ക് നമ്മുടെ സംഘാംഗങ്ങൾക്ക് വായ്പ കൊടുത്ത് അവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ സാധിക്കാനും അവരുടെ സന്തോഷം കാണാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ പല മേഖലയിലും ഇടപെടുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ പോയാലും എന്തിനു പോയാലും ഈ കൊച്ചു കൊച്ചു പൈസകൾക്കെല്ലാം നമ്മൾ 50, 100, 200 പിരിവിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഈ സംഘം രജിസ്ട്രേഷന്റെ കാര്യങ്ങളിലോ സംഘം നടത്തുന്ന കാര്യങ്ങളിലോ 1 രൂപ പോലും ഇന്ന് വരെ ആരോടും പിരിവ് മേടിച്ചിട്ടില്ല. ഈ സംഘത്തിൽ നിന്ന് വായ്പ കൊടുക്കുന്ന കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഏകദേശം 16,500 രൂപയോളം ഇന്ന് വരെ ചെലവ് വന്നിട്ടുണ്ട്. ആ പൈസ മൊത്തം ഈ സംഘത്തിലെ പൈസ കൊണ്ട് തന്നെ ഇവിടെ തിരിച്ചുണ്ടായ പൈസയാണ്. ഏകദേശം ഇതുവരെയുള്ള കണക്ക് വെച്ച് 270 രൂപ മാത്രമാണ് നമുക്ക് കടമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നത്. ഇതാണ് റിപ്പോർട്ടും കണക്കും ആണ് സെക്രട്ടറി അവതരിപ്പിച്ച് നമുക്ക് പാസ്സാക്കാതെ അംഗങ്ങളെല്ലാവരും ഒന്ന് കൈകരിക്കുവാൻ നമുക്ക് പാസ്സാക്കാം. ഇനി നമുക്ക് ഇവിടെ പങ്കെടുക്കുന്നവർക്കുള്ള ചെറിയ ഉപഹാര സമർപ്പണമാണ്. അതിനു മുമ്പ് 2
കുട്ടികൾക്ക് വന്ന് ഒരാൾ ശ്രീഹരി MS, അദ്ദേഹം കേരള സ്റ്റേറ്റ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പൻ്റായി പങ്കെടുക്കുകയുണ്ടായി. ഒരു വലിയ അവസരമാണ്. സംസ്ഥാന തലത്തിൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്ന വലിയ നേട്ടം തന്നെയാണ്. ആ കൊച്ചുമിടുക്കനെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ SN ഹൈസ്കൂളിൽ കഴിഞ്ഞ ഈ 2024-26 വർഷത്തെ SPC പാസിംഗ് ഔട്ടിൽ മികച്ച കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രാവൺ PM ഇവർ രണ്ടുപേരെയും ചെറിയ ഉപഹാരം നൽകി ആദരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ പങ്കെടുക്കാൻ വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉപഹാരം നൽകുന്നു. ആദ്യം ശ്രീഹരി MS ഈ അനുമോദനം ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഉപകാരം നൽകുന്നതിന് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോമൻ ടീച്ചർ ക്ഷണിക്കുന്നു. നമ്മുടെ ട്രസ്റ്റ് അംഗമായ സുരേഷ് മണിമലക്കുന്നേലിൻ്റെ പുത്രനാണ് ശ്രീഹരി. അടുത്തത് ശ്രാവൺ PM കഴിഞ്ഞ തവണ SS സ്കൂളിലെ SPC പാസിംഗ് ഔട്ട് പരേഡിൽ മികച്ച ഇൻഡോർ കേഡറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ മൂത്ത മകനാണ്. നമുക്ക് എല്ലാവർക്കുമുള്ള ഉപകാരമാണ്. ആദ്യം ടീച്ചറിന് ഉപകാരം നൽകുന്നതിന് പ്രിയപ്പെട്ട രക്ഷാധികാരിയെ ക്ഷണിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് ഉപഹാരം സമർപ്പിക്കുന്ന സെക്രട്ടറി, ശാഖാ പ്രസിഡന്റിന്, പ്രിയപ്പെട്ട മോഹൻദാസ് സാറിന്, നമുക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിനായിട്ട് പ്രിയപ്പെട്ട പുഷ്പമാട് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ജയമി ടീച്ചറിന്, അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തരെയും വിളിക്കുകയാണ്. അവർ വന്ന് ഈ ഉപഹാരം കൈപ്പറ്റണം. സിജു തുണ്ടത്തിൽ, ഷാജി പാതാപ്പള്ളി, സജി KS വന്നിട്ടില്ലേ? സുരേഷ് മണിമലക്കുന്ന്, സജീവ് PK, ഷാജി അമ്പനാട്, ബിബിൽ തോപ്പിൽ, അജിത്ത് ചെള്ളൂപ്ര, ഹരീഷ് ലാൽ കുന്നൻ, ശിവദാസ് വട്ടക്കുഴി, സിജു മാന്താനത്ത്, അജി ചെങ്ങാങ്ങൽ, മോഹൻദാസ് സാറിന് ഓൾറെഡി കൊടുത്തു, അരുൺകുമാർ ധനവാലൻ, ബാബു കുറ്റിത്തറയിൽ, സതീഷ് കുമാർ, അനീഷ് കുടിലുമറ്റം, ജിഷ്ണു ഇഞ്ചപ്ലാക്കൽ,
അടുത്തതായിട്ട് നമുക്ക് വേണ്ടി ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പുഷ്പ മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി വേദികളിൽ കൗൺസിലിങ്ങും അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ആളാണ്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കും. ബഹുമാനപ്പെട്ട മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ശ്രീ മുരുകാംബുജൻ പ്രസിഡന്റ് ഗ്രാമശ്രീ, പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കോമളൻ ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ബൈജു, നമ്മുടെ ആശംസകൾ അറിയിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സോന നിസ ജൂബി, നമ്മുടെ പ്രസിഡന്റ് കലേഷ് രാജു, സിജു മാന്താനത്ത്, പ്രിയപ്പെട്ട സിജു തുണ്ടത്തിൽ, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ജെയ്മി ടീച്ചർ, പിന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അങ്ങനെ വളരെ ഔദ്യോഗികമായിട്ടൊന്നും അങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകളൊന്നും എടുക്കാൻ പോയിട്ടില്ല. പിന്നെ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പിന്നെ റിട്ടയർ ആയതിനു ശേഷമാണ് MSW പാസ്സായത്. അപ്പോൾ MSWൻ്റെ ബേസിലൊരു ക്ലാസ് എടുക്കുന്ന അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടിയ കുറേ ജീവിതാനുഭവങ്ങൾ അല്ലെ ഡ്യൂട്ടിയിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ക്ലാസ്സുകൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളെക്കാളി പ്രഗത്ഭരായ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുളം ടീച്ചർ, നമ്മുടെ മോഹൻദാസ് സാറ്, അവരൊക്കെ നല്ല പ്രാസംഗികരാണ്. അവരുടെ അടുത്ത് ഞാനൊന്നുമല്ല, എങ്കിലും എനിക്കറിയാവുന്ന ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഇങ്ങനെ ഒരു പരിപാടിക്കായിട്ട് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് എന്താണ്, മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഇവർ ഗ്രാമശ്രീക്കാരെ അറേഞ്ച് ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോക വനിതാ ദിനം നമ്മുടെ കുടുംബയോഗങ്ങളെല്ലാം നടക്കുമ്പോൾ ഞാൻ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി ചിലർക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഞാൻ കുടുംബയോഗങ്ങളിൽ ചെല്ലുമ്പോൾ വനിതാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പലയാവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നറിയില്ല. എങ്കിലും ഇന്ന് വനിതാ ദിനം ആയതുകൊണ്ട് വനിതാ ദിനത്തെക്കുറിച്ച് 2 വാക്ക് പറയാം. 1857 ന്യൂയോർക്കിലെ തെരുവീതികളിൽ ഒരു കൂട്ടം സ്ത്രീ തൊഴിലാളികൾ, തുണിമില്ലിലും മറ്റും ജോലിയെടുക്കുന്ന തൊഴിലാളികൾ, അവർക്ക് വേതനം കുറവാണെന്നും വിശ്രമ സമയം കുറവാണെന്നും പറഞ്ഞ് തെരുവീതികളിൽ കൂടി നടത്തിയ ഒരു സമരമാണ് ലോക വനിതാ ദിനത്തിന് തന്നെ വഴിവെച്ചത്. അപ്പോൾ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ എപ്പോഴും കേൾക്കുന്നവർക്ക് ബോറടിക്കും. അതാണ് വനിതാ ദിനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ വനിതാ ദിനത്തിൽ ഓരോ വനിതാ ദിനത്തിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരികയെല്ലാം ചെയ്യുന്നുണ്ട്. പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ഒത്തിരി മാറ്റമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വനിതാ ദിനത്തിൻ്റെ ആപ്തവാക്യം തന്നെ ഗീവ് ടു ഗെയിൻ എന്നതാണ്. ഗീവ് ടു ഗെയിൻ എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ട് നേടുക. കൊടുത്തുകൊണ്ട് നേടുക എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണം കൊടുക്കുകയും പൊതുതലത്തിലേക്ക് അവരിറങ്ങി വന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാം നൽകി സ്ത്രീകളെ നമ്മൾ മാക്സിമം അവരെ ശക്തിപ്പെടുത്തുക. സ്ത്രീകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് നേടുക. അതാണ് ഗീവ് ടു ഗെയിൻ. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ സംരക്ഷണവും നീതിയും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഉള്ളതാണെന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്തവാക്യം. അപ്പം ഇങ്ങനെ പല പല നിയമങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നു, അല്ലെ സന്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ ലോകത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം എല്ലാ കാര്യത്തിലും തുല്യത കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെല്ലാവരും സംതൃപ്തരാണോ എന്ന് ചോദിച്ചാലല്ല. എത്രയൊക്കെ പുരോഗമനങ്ങൾ ഉണ്ടായാലും അവളൊരു പെണ്ണല്ലേ എന്നുള്ള ഒരു മനോഗതി മനസ്സിലുള്ള ആളുകൾ ഇപ്പോഴും ഇല്ലാതില്ല. പക്ഷെ നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റുന്ന എത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിനാണെങ്കിലും ഇപ്പം നല്ല സ്ത്രീകളെ ശാക്തീകരിക്കുക, അവർക്ക് ശക്തി പകരുകയും അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്താൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ, ഇപ്പോൾ പുരുഷന്മാർ ജോലി ചെയ്ത് വീട്ടിൽ സമ്പത്ത് കൊണ്ടുവരുന്നു, പക്ഷെ അത് നല്ല രീതിയിലൊന്ന് വിനിയോഗിച്ച് മക്കളെ വളർത്തുന്നതിനും നോക്കുന്നതിനും എല്ലാം സ്ത്രീകൾക്ക് കരുത്തുണ്ടെങ്കിൽ മാത്രമാണ് ആ കുടുംബത്തെ കൈപിടിച്ച് നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്ത്രീകൾ എപ്പോഴും കരുത്തുള്ളവരായിരിക്കണം എന്ന് പറയാനുള്ള കാര്യം. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്.
ഇന്നേ ദിവസം തന്നെ ഇവരിത് തിരഞ്ഞെടുത്തതിലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഇനി അടുത്തായിട്ട് നമ്മുടെ ഇപ്പോൾ SLC പരീക്ഷകളൊക്കെ നടക്കുവാണ്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രം നമ്മൾ അനുമോദിക്കുകയും റാങ്കിലോ മാർക്കിലോ പിന്നോക്കം പോകുന്ന കുട്ടികളെ നമ്മളെപ്പോഴും അവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുകയോ അവരോട് സ്നേഹമില്ലാതെ പെരുമാറുകയോ ചെയ്യുന്ന ഒരു പ്രവണത പല വീടുകളിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നീ അപ്പുറത്തെ കുട്ടിയെ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാതിരിക്കുക. SLC പരീക്ഷയ്ക്ക് പോകുന്ന നമ്മുടെ മക്കൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. അതായത് പരീക്ഷയിൽ നമ്മൾ ഒരു പക്ഷേ തോറ്റേക്കാം, പക്ഷെ ജീവിതത്തിൽ നമ്മൾ തോക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷയിൽ തോറ്റാലും നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ മോശക്കാരനാക്കുകയോ മോശമായിട്ട് അവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റേ കുട്ടിയെ കണ്ടുപിടിക്കുക അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ ഈ പരീക്ഷ നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, പണ്ടത്തെ ഒരു ലോകമല്ല, മയക്കുമരുന്നിൻ്റെയും അങ്ങനെയുള്ള ഒരു ലോകത്തിൽ കൂടിയാണ് നമ്മുടെ മക്കൾ പോകുന്നത്. അപ്പം അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു 25 വർഷം മുമ്പുള്ള ഒരു ചെറുപ്പക്കാരനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അന്ന് ആ ചെറുപ്പക്കാരന് ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ ഒരു തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നു. ഒരു നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മളവിടെ ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നു. ആരോടെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിലോ തുറന്നു പറയണമെങ്കിൽ ഒരു കത്തെഴുതി കൊടുക്കുന്നു, അല്ലെ അവരുടെ മറുപടിക്ക് വേണ്ടി നടക്കുന്നു. അപ്പം എന്താണ്, അവിടെ ഒരു വെയിറ്റിംഗ് ആണ് വരുന്നത്. എല്ലാത്തിനും നമുക്കൊരു ക്ഷമ നമ്മൾ പഠിക്കുവാണ്. അപ്പം പണ്ടുള്ള ചെറുപ്പക്കാർക്ക് ആ ക്ഷമ അറിയാം. അതായത് അവർ ജീവിതത്തിൽ വിജയിച്ചാലും തോറ്റാലും ഇപ്പം അവരൊരു കളി തന്നെ, ആ കളിയിൽ തോക്കാം ജയിക്കാം, പക്ഷെ അവരുടെ തലച്ചോറ് അതിന് പരുവപ്പെടുത്തിയാണ് അന്നുള്ള ചെറുപ്പക്കാർ ജീവിച്ചിരുന്നത്. അത് ഞാൻ ഈ സംരംഭത്തിൽ വിജയിച്ചാലും തോറ്റാലും അതവർ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അതിനുള്ള രീതിയിലാണ് അന്ന് അവരുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങളും അവരുടെ മാനസിക നിലയിലും എല്ലാം. പക്ഷെ ഇന്നെങ്ങനെയാണോ, ഒരു സിനിമ ആണെങ്കിൽ ഉടൻ തന്നെ ഫോൺ എടുക്കുന്നു, ബുക്ക് ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു, ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നു, അപ്പം തന്നെ മറുപടി വരുന്നു. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിനുള്ളിൽ ആ തോൽവിയെ സ്വീകരിക്കാൻ അല്ലെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതായത് അവർക്ക് റെഡി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അവരാ ഒരു തോൽവിയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല, അല്ലെ അവർക്ക് ക്ഷമയില്ല. അവരുടെ തലച്ചോറിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു അവസരം അവർ കൊടുക്കുന്നില്ല. അപ്പം നമുക്കറിയാം, കുഞ്ഞിലെ നമ്മളൊക്കെ കരിക്കലവും തേച്ച് പുല്ലും മുറിച്ച് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് എന്തുമാത്രം അടി മേടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം അങ്ങനെ അടിയും മേടിച്ച് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് കഷ്ടപ്പെട്ട് ഇളയ പിള്ളേരുണ്ട് അവരെ നോക്കി എല്ലാ ജോലിയും ചെയ്ത് വളർന്നു വന്നവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നേരിടാനുള്ള ഒരു കരുത്തുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അങ്ങനെ അടി കൊണ്ട് വളർന്നുകൊണ്ടായിരിക്കാം നമ്മളൊക്കെ നല്ല നിലയിലായത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. അപ്പം ഇവർക്ക് ചിന്തിക്കാൻ സമയമില്ല, ഇവർക്കെല്ലാം ചോദിച്ച ഉടനെ കിട്ടണം. പിന്നെ ഈ ഡിജിറ്റൽ യുഗം എന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും ഇവരുടെ ഏകാന്തത ഒരു ഭയങ്കര പ്രശ്നമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മൂമ്മമാരല്ലേ ആ പൂപ്പനെ വീട്ടിൽ വലിയൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് ചിന്തിക്കാനോ ഫോണിൽ പണിയാനോ ഒന്നും ഉള്ളൊരു സമയം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവരുടെ പുറകെ എപ്പോഴും അവരുടെ മുത്തശ്ശനുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്, വീട്ടിലെ മറ്റു പ്രായമായവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്ന് അണുകുടുംബം വന്നതോടുകൂടി അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ തന്നെയാകുമ്പോൾ ഇവർ ഈ ഫോണിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിച്ച മക്കളുടെ അവസ്ഥ ഇന്നുള്ള മക്കൾക്കില്ല. അപ്പം അന്നൊക്കെ ആയിരുന്നെങ്കിൽ കളിയിൽ നിന്നും പല പാഠങ്ങളും പിള്ളേർ ഉൾക്കൊള്ളുമായിരുന്നു. പലതരം കളികളുണ്ട്. മല കയറാൻ പോകുന്നു, പുഴയിൽ ചാടുന്നു, പന്ത് കളിക്കുന്നു, നടമ്പന്ത് കളിക്കുന്നു, അങ്ങനെ പല കളികളും. അപ്പം ആ കളിയിലും ചിലപ്പോൾ തോറ്റേക്കാം, ചിലപ്പോൾ ജയിച്ചേക്കാം. പക്ഷെ അത് എന്താണെങ്കിലും തോറ്റാലും ജയിച്ചാൽ അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ അന്നത്തെ കുട്ടികൾ തയ്യാറായിരുന്നു. അപ്പം ഇന്ന് അവർക്ക് അത്യാധുനിക സൗകര്യങ്ങൾ ലഭിക്കുകയും ഈ ഡിജിറ്റൽ യുഗം വരികയും ഈ മയക്കുമരുന്നിൻ്റെയും മറ്റും അതിവേഗത്തിലുള്ള ഒരു വ്യാപനവും കൂടി വന്നപ്പോഴാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് അത് വളരെയേറെ ദോഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, മയക്കുമരുന്നുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തന്നെ ആഫ്രിക്കക്കാരായ ബീഫാം ബിരുദധാരികൾ ഇഷ്ടം പോലെയുണ്ട്. അവർ പാസ്പോർട്ടോ വിസയോ ഒന്നുമില്ലാതെ കടൽ മാർഗം മത്സ്യബന്ധന ബോട്ടുകളിലും മറ്റും കയറിയാണ് നമ്മുടെ ബംഗളൂരു, ഡൽഹി പോലെയുള്ള സ്ഥലത്ത് വന്നിട്ട് അവർ പലതരം കൂട്ടുകൾ ചേർത്ത് ഈ മയക്കുമരുന്ന് ഉണ്ടാക്കിയിട്ട് ആ മയക്കുമരുന്നിൽ 80% നമ്മുടെ കേരളത്തിലേക്കാണ് വരുന്നത്. അതായത് ആഫ്രിക്കയിൽ ഇപ്പോൾ അവർ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന മയക്കുമരുന്നാണെങ്കിൽ അത് അവർ ഇന്ത്യയിൽ 50 ലക്ഷത്തിന് കൊടുക്കും. 500 രൂപയ്ക്ക് 1 ഗ്രാം പൊതി വാങ്ങിയാൽ അവരത് 2000-നും 3000-നും വയ്ക്കും. അപ്പം ഇവർ ഈ തൊഴിൽ ചെയ്യുന്നവർ യുവാക്കളും യുവതികളും എല്ലാം
അവർക്ക് പിടിക്കപ്പെട്ടാലും അവർക്ക് വലിയ പ്രശ്നമില്ല. കാരണം പിടിക്കപ്പെട്ടൊരു 45 ദിവസമോ 50 ദിവസമോ ജയിലിൽ കിടന്ന ശേഷം പുറത്തിറങ്ങിയാലും അവർ പറയുന്ന ഈ നാർക്കോട്ടിക് ബ്യൂറോയുടെ കണക്കനുസരിച്ചാണെങ്കിൽ അവർക്കത് വളരെ ലാഭമാണെന്നാണ് പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോൾ പിടിക്കപ്പെട്ടാലും അവർക്കത് വലിയ കൂസലില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിയമങ്ങൾ സുതാര്യമാണ്. ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ച് കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഇവർ ഊരിപ്പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സാക്ഷി പറയാൻ ആളുകൾ കുറവായിരിക്കും. നമുക്കറിയാം, ഇപ്പം നമ്മളോട് തന്നെ ആരെങ്കിലും വന്ന്, ഞങ്ങൾ പോലീസിലായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു ചിന്താഗതിയും ഇത് വേറെയായിരുന്നു. അല്ലാത്ത ഒരു സാധാരണക്കാരായ ഒരാളോട് വന്ന്, ചേട്ടാ ഇവിടെ ഒന്ന് ഒപ്പിടാമോ, അല്ലെങ്കിൽ ഇതിനൊന്ന് സാക്ഷിയാവോ എന്ന് ചോദിച്ചാൽ അവർക്ക് പേടിയാണ്. ഞങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് എത്ര പേരുടെ പുറകെ യാചിച്ചിട്ട് ഒപ്പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ മയക്കുമരുന്ന് കേസുകളിൽ പെടുന്നവർ ഈസി ആയിട്ട് ഊരിപ്പോകുന്ന, ഒന്നാമത് ശിക്ഷകൾ കുറവാണ്, രണ്ടാമത് സാക്ഷി പറയാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പം അങ്ങനെ ഈ രാസലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ കൂടുതലും അങ്ങോട്ടേക്ക് ആ ഒരു വഴിയിലേക്ക് പോകുന്നത്. അപ്പം അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്കറിയാം, കൗമാരപ്രായം 11 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളെയാണല്ലോ നമ്മൾ കൗമാരക്കാരെന്ന് പറയുന്നത്. അപ്പം ഈ കൗമാരക്കാരായ കുട്ടികൾക്ക് അവരുടെ ആ പ്രായത്തിലുള്ള അവർക്ക് വളർച്ച ഉണ്ടാകുക, അവരുടെ തലച്ചോറിൽ വളരെയധികം വികാസം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 11നും 19നും ഇടയ്ക്കുള്ള പ്രായം. അപ്പം ആ കൗമാരക്കാരായ കുട്ടികളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവരുടെ. കാരണം അവർ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത് അച്ഛനെ അമ്മയാണ്. വീട്ടിൽ എന്താണ് അച്ഛനും അമ്മയും ചെയ്യുന്നതെന്നാണ് അവർ കണ്ടുപിടിക്കുന്നത്. പക്ഷേ കൗമാരപ്രായത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ റോൾ മോഡലാക്കുന്ന അവരുടെ സുഹൃത്തുക്കളെയാണ്. ഇപ്പോൾ പുറത്തിറങ്ങി സ്കൂളിലും കോളേജിലും എല്ലാം ചെന്ന് കഴിഞ്ഞാൽ അവർ ആ റോൾ മോഡലാക്കുന്നത് അവരുടെ കൂട്ടുകാരെന്ത് ചെയ്യുന്നു അത് ഫോളോ ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അത് ചിലപ്പോൾ നല്ല കൂട്ടുകെട്ടാകാം, ചിലപ്പോൾ മോശം കൂട്ടുകെട്ടാകാം. അപ്പം അങ്ങനെ അവരതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കും. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകത അവരിൽ കാണും. എനിക്കെല്ലാം തന്നെ ചെയ്യാൻ പറ്റും, എനിക്കെല്ലാം തന്നെ ചെയ്യണം എന്നുള്ളൊരു പിടിവാശി. കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നു, എല്ലാ അച്ഛനോടും അമ്മയോടും എല്ലാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു കുട്ടികൾ. അതൊക്കെ ആ പ്രായത്തിലുള്ള ഒരു പ്രത്യേകതകളാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അകാരണമായി ദേഷ്യപ്പെടുവോ അല്ലെ എന്തെങ്കിലും അങ്ങനെ കാണിക്കുന്ന കുട്ടികളെ നമ്മൾ എന്താണ് അവരുടെ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങോ കാര്യങ്ങളോ എല്ലാം നമ്മൾ കൊടുക്കുക. ഇപ്പം നമുക്കറിയാം, ലഹരി മാഫിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട്, അല്ലാതെ മൊബൈൽ നമ്പറുണ്ട്. നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ഫ്രീ കൗൺസിലിംഗ് കൊടുക്കും, ചികിത്സ കൊടുക്കും, എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ഇനി അഥവാ നമ്മുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും കുട്ടികൾ അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്കറിയാം, കുട്ടികളെ കൗമാരക്കാരായ കുട്ടികൾക്ക് സ്കൂളുകളിൽ അധ്യാപകർക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു റോളുണ്ട്, നല്ല റോളുണ്ട്, അച്ഛനമ്മമാർക്കുണ്ട്. അപ്പം അവരാരോട് കൂട്ടുകൂടുന്നു, അവർ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ അവരുടെ ബാഗിലൊക്കെ ഒന്ന് നോക്കുക, അവരറിഞ്ഞില്ലെങ്കിലും അറിയാതാണെങ്കിലും നമ്മൾ നോക്കുക, എന്തെങ്കിലും പൊതികളുണ്ടോ, എന്തെങ്കിലും കൂട്ടുകാർ കൊടുത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ. ഇപ്പം ശരിക്കും ഒരു കടുകുമണിയോളം വലിപ്പത്തിലുള്ള മയക്കുമരുന്ന് വരെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ മക്കളാണ്. അപ്പം അവരിൽ വരുന്ന ഓരോ ഭാവമാറ്റവും നമുക്കറിയാൻ പറ്റും, അവരെന്താണ് ചെയ്യുന്നത്. അല്ലെ അവരുടെ മുഖം പാടിയിരുന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കണം സ്കൂളിൽ വിട്ട് വരുമ്പോൾ, എന്താ മോനെ പറ്റി, അല്ലെ മോളെ എന്ത് പറ്റി, നീ ഇന്ന് എവിടെയൊക്കെ പോയി, നിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കാനായിട്ട് തയ്യാറാകണം. അതുപോലെ നമുക്കറിയാം, നമ്മുടെ പ്രായമായ അച്ഛനമ്മമാർ ഞങ്ങളൊരു സൈക്കോളജിയുടെ ക്ലാസ്സിൽ 1-2 സാറ് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൊഞ്ചി പറയുന്ന അവസരത്തിൽ എന്താ അച്ഛാ ഇത് എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പം ആ അച്ഛൻ പറയുന്ന, മോനെ ഇപ്പോൾ ഒരു തത്ത എവിടെ ഇരിക്കുന്നു, മോനെ എന്താണിത്, അതൊരു തത്ത. അപ്പം കൊച്ചിന് ശരിക്കും കൊച്ചു പിന്നെയും ചോദിക്കും, അച്ഛാ എന്താണെന്ന് ചോദിക്കും. കൊച്ചിന് തിരിച്ചറിയാറായിട്ടില്ല എന്താന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ ആ കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ 50 തവണ പറയും, അല്ലേ, മോനെ അത് തത്തയാണ്, മോനെ അത് തത്തയാണെന്ന് 50 തവണ പറയും. പക്ഷെ ആ അച്ഛന് ബോറടിക്കുമോ? ആ അച്ഛന് ഒരു ബോറടിയില്ല. തൻ്റെ കുഞ്ഞിന് വേണ്ടി മോനെ ഇത് തത്തയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ബോറടിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുള്ളപ്പോൾ അച്ഛൻ നമ്മളോട് ആരോടെങ്കിലും മോനെ ഇതെന്താ, അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ വരുമായിരിക്കും, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും, മോനെ ഇതെന്താ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ എന്നതാന്ന്, ഇച്ചിരി പരുഷമായിട്ട് പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ അച്ഛനെ ചിലപ്പോൾ ഓർമ്മയില്ല, അച്ഛൻ പിന്നെയും ചോദിക്കും, മോനെ എന്നതായിരുന്നു അത്. അപ്പം നിങ്ങളോടല്ലേ പറഞ്ഞു, ഞാൻ അങ്ങനെ ചോദിക്കില്ലേ, ചിലർ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, എൻ്റെ കുഞ്ഞിലെ എൻ്റെ അച്ഛൻ എത്ര തവണ എന്നോട് ഒരു വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. അവർക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് പ്രായമായ അച്ഛൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ദേഷ്യമാണ്. 1 തവണ പറയും, 2 തവണ പറയും. അത് ഞാൻ പറയുന്നത് ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ട് അവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതൊരിക്കലും
നമുക്ക് ഈശ്വരൻ്റെ മുന്നിൽ അത് ശരിയല്ല, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത് എന്നുള്ള ആ ഒരു ചിന്ത, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം എല്ലാം അവരുടെ വയ്യാതാവുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പം അവർ കഷ്ടപ്പെട്ട് കുഞ്ഞിനെ ഉണ്ണാതെയും ഉറങ്ങാതെയും കഷ്ടപ്പെട്ട് നമുക്കുണ്ടാക്കി തന്ന സമ്പത്തും ധനവും എല്ലാം കൊണ്ടാണ് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നത് എന്നുള്ള വിവരം നമ്മൾ എപ്പോഴും ഓർക്കുക. പ്രായമായവരെ നമ്മൾ ഏറ്റവും നന്നായിട്ട് നോക്കുക. അവരുടെ ഇപ്പം പ്രായമായവരെ സംരക്ഷിക്കാനും ഒത്തിരി നിയമങ്ങളുണ്ട്. സീനിയർ സിറ്റിസൺ ആക്ട് പോലുള്ള നിയമങ്ങളുണ്ട്. അപ്പം നമുക്കറിയാം, പലരും മുതലെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് കുറേ കഴിയുമ്പോൾ അച്ഛനെയും അമ്മയും നോക്കാതെ വരുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും എന്നല്ല, വളരെ വിരളമായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതിന് നിയമപരമായ പല സാധ്യതകളുമുണ്ട്. അതായത് ഇപ്പോൾ കളക്ടറെ കണ്ടൊരു പരാതി കൊടുക്കുവാണ്, എൻ്റെ മക്കൾ ഇത് എഴുതി വാങ്ങിച്ചിട്ട് എന്നെ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആ മുതൽ അവർക്ക് തിരിച്ചെഴുതി കൊടുക്കാനുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും ഇപ്പം മുതലില്ലെങ്കിൽ നമ്മൾ അച്ഛനെ അമ്മയും നോക്കിയില്ലേ? തീർച്ചയായിട്ടും നോക്കണം. അപ്പം നമ്മൾ എത്ര മുതലില്ലെങ്കിലും നമ്മുടെ അച്ഛനെയും അമ്മയും പ്രായമായവരെ നോക്കാത്തവരെ നമുക്ക് ഒരു ന്യായവുമില്ല അതിന് പറയാനായിട്ട്. നമ്മൾ പ്രായമായവരെ നല്ലപോലെ തന്നെ സംരക്ഷിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞില്ല, കൗമാരപ്രായക്കാരിലെ കുട്ടികളുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഏറ്റവും നന്നായിട്ട് നമ്മൾ അവരെ കെയർ ചെയ്യണം. കാരണം നമുക്കറിയാം, കുട്ടികൾ 1974 ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിനും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി നിയമനിർമ്മാണം പാർലമെന്റിൽ നടപ്പാക്കിയപ്പോൾ ഭാരതം അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചത് ഭാരതമായിരുന്നു. അപ്പം അന്ന് ഇപ്പോൾ ബാലാവകാശ കമ്മീഷനൊക്കെ ഉണ്ട്, ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. ഇപ്പം ഏറ്റവും ആഹ്ലാദകരമായ ഒരു കുട്ടിക്കാലം ചെലവഴിക്കുക എന്നത് ഏതൊരു കുട്ടിയുടെ അവകാശമാണ്. ആ കുട്ടിക്ക് സന്തോഷിക്കാം, സമാധാനപരമായിട്ട് ജീവിക്കാം, നന്നായിട്ട് പഠിക്കാം. അപ്പം അതിനുള്ള എല്ലാ അവകാശവും കുട്ടിക്കുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുക, നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ 2012 ഇപ്പം ചിലർ പറയും, എനിക്ക് 2 ആൺകുട്ടികളാണ്, എനിക്ക് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാതിരിക്കുക. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മോശമാണെങ്കിൽ മോശമാണ്, നല്ലതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ പോലും നിയമത്തിൻ്റെ കുരുക്കിൽ ചെന്ന് പെട്ടുപോയാൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ വളരെ പാടാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, പോക്സോ ആക്ട് എന്ന് ചുരുക്കി പറയും. അതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ, കഠിനതരമായ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് ഈ പോക്സോ ആക്ട് 2012. അപ്പം നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരോട് പ്രത്യേകം പറയുക, എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരു പെൺകുട്ടി ചേട്ടാ ഞാൻ വീട്ടിലേക്ക് വരുവാണ് എന്ന് പറഞ്ഞാൽ ഏത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെങ്കിലും ഒരു കാരണവശാലും ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇനി അഥവാ കൊണ്ടുവന്നാൽ നമ്മൾ അപ്പോൾ തന്നെ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെയോ പോലീസിനെയോ വിവരം അറിയിക്കുക. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ മൊഴി ഒരിക്കലും കോടതി വിശ്വാസ്യതയിൽ എടുക്കുകയില്ല. ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ മോൻ്റെ കൂടെ വന്നു, ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. പക്ഷെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ചെല്ലുമ്പോൾ ഈ കുട്ടി പറയുകയാണ്, ഞാൻ പറഞ്ഞതാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടി പറയുന്നത് കോടതിയിൽ വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ആൺമക്കളോടും പ്രത്യേകം പറയാം. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ട് എനിക്കറിയാം, ഒരു ബസ്സിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഒരു സ്ഥിരം ബസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ച് ഇതുപോലെ ചേട്ടാ ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇന്നലെ എന്നെ അടിച്ചു, ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും ഈ ചെറുക്കൻ കൊണ്ടുപോയില്ല, പിന്നെ കൊണ്ടുപോയി. പക്ഷേ പിറ്റേ ദിവസം ഇവർ മിസ്സിങ്ങിന് ഇടുക്കി സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് 14.5 വയസ്സേ ഉള്ളൂ. അവസാനം കേസ് പോക്സോ കേസായി. ഈ ചെറുക്കൻ 45 ദിവസം ജയിലിൽ പോയി കിടന്നു. അപ്പോൾ ഈ ചെറുക്കൻ ഈ പെൺകൊച്ചും മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, ഈ പെൺകൊച്ചും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോയത്. ഇവനും പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും തെളിവ് ആയിട്ട് സ്വീകരിക്കുകയല്ല. അപ്പം നമ്മുടെ ആൺമക്കളോട് പറയുക, പെൺകുട്ടികളുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും കൂട്ടുകൂടുമ്പോഴും എന്തിനു പോകുമ്പോഴും എപ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിന് മാത്രമേ പോകാവൂ എന്ന് അവരോട് പറയുക. അതുപോലെ ഈ പോക്സോ ആക്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കുട്ടിയെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുവോ പെടുത്താൻ സാധ്യതയുണ്ടെന്നോ അറിഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തിയും അത് പോലീസിനെയോ അല്ലെങ്കിൽ ആ സ്കൂൾ അധികൃതരെയോ രക്ഷകർത്താക്കളെയോ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള നിയമവും കൂടി ആ പോക്സോ ആക്ടിൽ പറയുന്നുണ്ട്. അതായത് ഒരു പൊതു വ്യക്തിക്ക് എന്താണ് അതിൽ അവകാശം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അതുപോലെ പോലീസുകാരാണെങ്കിലും ഈ പോക്സോ ആക്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ നടപടിയെടുത്തെങ്കിൽ പോലീസുകാർക്കുണ്ട് അതിന് പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി കുരുക്കുകളോട് കൂടിയുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട്. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്.
ചിലർ നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി കഴിയുന്നു. കുറേ നാൾ പിണങ്ങി കഴിയുമ്പോൾ ഭാര്യയ്ക്ക് തോന്നുവാണ് ഭർത്താവിന് ഒരു പണി കൊടുത്തേക്കാന്ന് തോന്നുവാണ്. അപ്പോൾ പെൺമക്കളെ കൊണ്ട് പറയിപ്പിക്കും അച്ഛൻ മോശമായിട്ട് പെരുമാറിയത്. അങ്ങനെ പറയുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള കേസുകൾ ആദ്യം അച്ഛനെ ശിക്ഷിച്ച് അച്ഛൻ ജയിലിൽ പോയി കിടന്നേച്ച് വന്നു കഴിഞ്ഞ് പിന്നീട് കേസെല്ലാം തെളിഞ്ഞു, അച്ഛൻ കുറ്റക്കാരനല്ലെന്ന് അറിഞ്ഞു. പക്ഷെ ആദ്യം അയാൾക്കുണ്ടാകുന്ന അപമാനവും ആ കുടുംബത്തിലെ തകർച്ചയും ഒന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കാം. അപ്പോൾ ഒരിക്കലും നമ്മൾ വ്യക്തിവൈരാഗ്യം തീർക്കാനോ ആരോടെങ്കിലുള്ള ദേഷ്യം തീർക്കാനോ അല്ലെ അയൽവാസിയോടുള്ള ദേഷ്യം തീർക്കാനോ ഒന്നും കുട്ടികളെ കൊണ്ട് കള്ളം പറയിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പോക്സോ ആക്ട് നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു നിയമമാണ്. പിന്നെ നമുക്കറിയാം വിവാഹം കഴിച്ചയക്കുന്ന സ്ത്രീകൾക്ക്, വിവാഹം കഴിച്ചയക്കുന്ന കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വന്നാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതായത് നമ്മുടെ വിവാഹം കഴിഞ്ഞു പോകുന്ന വീടുകളിൽ മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോടതിയിൽ നിന്നും അവർക്ക് വേണ്ടുന്ന സംരക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്നതാണ്. ഞാൻ മറന്നു വായിക്കാൻ വേണ്ടി ചെക്കൗണ്ടൊക്കെ കുറിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഈ നമ്പറൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ ഹെൽപ്പ് ലൈനിൻ്റെയും മറ്റേ ഏത് തരം പരാതിയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് തരം പരാതിയും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി കൊടുക്കാതെ നമുക്ക് ഹെൽപ്പ് ലൈൻ ജില്ലയിൽ ഇപ്പോൾ വനിതകൾക്ക് പരാതി കൊടുക്കണമെങ്കിൽ എല്ലാ ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട്. വനിതാ സെല്ലുകളുടെ കീഴിൽ ഹെൽപ്പ് ലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറുള്ള ഹെൽപ്പ് ലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരാതി കൊടുക്കണമെങ്കിൽ ഫോണിൽ കൂടിയും പരാതി കൊടുക്കാം, അല്ലാതെയും പരാതി കൊടുക്കാം. അപ്പോൾ ഹെൽപ്പ് ലൈനിൽ നമ്മൾ വിളിച്ച് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ 1091 വിളിച്ച് നമുക്ക് പരാതികൾ പറയാം. അതുപോലെ ചൈൽഡ് ലൈനിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടാൽ ചൈൽഡ് ലൈനിൽ വിളിച്ച് 1098 വിളിച്ച് നമുക്ക് പറയാം. അതുകൂടാതെ ക്രൈം സ്റ്റോപ്പറുണ്ട് 1090, ആ നമ്പറിൽ വിളിച്ച് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നമുക്കറിയാം കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൂടാതെ കുട്ടികളിൽ നല്ല വ്യക്തിത്വം ഉടലെടുക്കുന്നതിന് അവരെ വ്യക്തിത്വ വികസനത്തിനുള്ള പാഠങ്ങളും കൂടി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ഒരു നല്ല വ്യക്തിത്വം അവരിൽ ഉടലെടുക്കണമെങ്കിൽ അവരെന്ത് തീരുമാനിക്കണം? കുഞ്ഞിലേ അവരൊരു തീരുമാനം എടുക്കണം. ഞാൻ ആരാകണം എന്നുള്ള ഒരു തീരുമാനം ആ കുട്ടി എടുക്കുകയാണെങ്കിൽ അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ കഠിനമായിട്ട് പരിശ്രമിക്കും. എനിക്ക് ഇന്ന ആളാകണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വിജയത്തിലെത്താൻ കഴിയും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പിൽ കണ്ടാണ് ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ ഒത്തിരി പട്ടിണി പാവങ്ങളുള്ള രാജ്യമായിരുന്നു ബുർക്കിനോ ഫാസോ. പണ്ട് കാലത്ത് 50% അവിടെ ബാലവേല ചെയ്യിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന രാജ്യമായിരുന്നു ബുർക്കിനോ ഫാസോ, സൊമാലിയ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ ആ ബുർക്കിനോ ഫാസോ ലോകരുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. കാരണം ഇബ്രാഹിം ട്രയോര എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവ് അവർക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ആ രാജ്യത്ത് ഒത്തിരി പുരോഗതികൾ കൊണ്ടുവന്നു. അതായത് നമ്മൾ വലിച്ചെറിയുന്ന ടയറുകളുണ്ടല്ലോ, ആ ടയറുകളൊക്കെ റോഡിൽ നിരത്തി സിമെന്റിന്റെ മിശ്രിതം ഒഴിച്ച് അങ്ങനെയാണ് അവരവിടെ റോഡ് ഉണ്ടാക്കുന്നത്. അതൊരു ഉദാഹരണം മാത്രം. അതുപോലെയുള്ള അത് കണ്ടുപിടിക്കാൻ ഇപ്പം മറ്റു രാജ്യക്കാർ അങ്ങോട്ട് ചെല്ലുക. അപ്പം അതുപോലെ ഈ ബുർക്കിനോ ഫാസോയുടെ വിജയം അത് നമ്മുടെ മനസ്സിൽ ഞാനതിപ്പോൾ പറയാൻ കാര്യം അതേ സെയിം അവസ്ഥ തന്നെയാണ് ഒരു കുടുംബത്തിലെയും. ആ രാജ്യത്തിൻ്റെ അവസ്ഥ തന്നെയാണ് ഒരു കുടുംബത്തിലും. എത്ര കഷ്ടപ്പാടിൽ വളരുന്ന ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണെങ്കിലും ഞാൻ നല്ല നിലയിലെത്തും, എനിക്ക് പഠിച്ചിരുന്ന ആളാവണം, ഞാൻ നല്ല നിലയിലെത്തും എന്നൊരു ശപഥമെടുത്ത് ആ കുട്ടി പഠിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ആ കുടുംബത്തെ കരകയറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ആ കുടുംബം നന്നാവുന്നതോടുകൂടി സമൂഹം നന്നാവും, സമൂഹം നന്നാവുന്നതോടുകൂടി രാഷ്ട്രം നന്നാവും. അപ്പം നമ്മുടെ മക്കളെല്ലാം നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുന്നതിന്, അവർക്ക് ഭാവിയിലെ സമ്പത്തായി അവരെ മാറ്റുന്നതിന്, അവർക്ക് പഠിക്കണമെങ്കിൽ പിന്നെ വേറെ ആരുണ്ട്, നമ്മൾ അതിനുള്ള സാഹചര്യം. ഇപ്പം നമുക്ക് എല്ലാവർക്കും വലിയ സാമ്പത്തികം ഇല്ലേ പോലും നമ്മുടെ ഉള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കവരെ നന്നായിട്ട് പഠിപ്പിക്കുന്നതിനും അവരെ നല്ല ഉന്നതിയിൽ എത്തിക്കുന്നതിനും നമുക്ക് കഴിയും. പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാ സൗകര്യങ്ങളും എത്ര കഷ്ടപ്പാടുള്ള വീട്ടിലും മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മക്കളും കൂടി ഒന്ന് തീരുമാനിക്കുക, എനിക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കണം, എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്, അവർക്കൊരു സന്തോഷം കൊടുക്കണം, അല്ലെ എൻ്റെ വീടിനെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ രാജ്യത്തെ ഇബ്രാഹിം ട്രയോര ചെയ്യുന്നത് പോലെ തന്നെ ഒരു കുടുംബത്തിലാണെങ്കിലും ആ കുടുംബത്തെ കരകയറ്റാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു തീരുമാനം എടുക്കട്ടെ, എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഏകദേശം കാര്യങ്ങൾ, പിന്നെ ബാലവേലയെ കുറിച്ച് പറയുന്നത്, ബാലവേല
ജൂൺ 12 ബാലവേല ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 12. അപ്പം ബാലവേല ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും, ഇപ്പം നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ അധികം ഇല്ല, പക്ഷെ ഉണ്ട് എസ്റ്റേറ്റ് മേഖലകളിലും ഈ തോട്ടം തൊഴിലാളികളുടെ ഇടയ്ക്കും പടക്കപ്പുരകളിലും അങ്ങനെയുള്ളിടത്തൊക്കെ ബാലവേലയുണ്ട്. അപ്പോൾ ഈ ബാലവേല ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ അറിയിക്കണം. അതായത് പ്രത്യേകിച്ച് ഈ ബാലവേലയ്ക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലെ അനാഥത്വം, അതായത് അച്ഛനും അനാഥരായ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ ബാലവേലയ്ക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ നാട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാനും പഠിക്കാനും എല്ലാ അവകാശവും ഉണ്ടെന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ അനാഥരായ കുട്ടികൾക്ക് അവരുടെ അനാഥത്വം ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അനാഥരായ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ബാലവേല ചെയ്യിച്ചിട്ട് അവർ പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഭിക്ഷാടനത്തിനും കൊള്ളയടിക്കുന്നതിനും ഒക്കെ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട്. അത് അനാഥരായ ബാല്യങ്ങളെയാണ് അവരെങ്ങനെ ചൂഷണം ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാലവേലയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യുക. ഏകദേശം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തന്നിരിക്കുന്ന സമയവും കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ഗ്രാമശ്രീയുടെ എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു. എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് പനി, ജലദോഷം, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിർത്തുന്നത്. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വളരെ വിലയേറിയ വാക്കുകളായിരുന്നു മാഡം നമുക്ക് പകർന്നു നൽകിയത്. വളരെ നന്ദി. നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾ ആദ്യ ഉപഹാരം കൊടുത്തപ്പോൾ ഇവിടെ ഇല്ലാതിരുന്ന ശ്രീ ബാബുചേട്ടനാണ്. ബാബുചേട്ടന് ഒരു ഉപഹാരം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയ ഭാസ്കരൻ ചേട്ടന് ഒരു ഉപഹാരം. ഭാസ്കരൻ ചേട്ടന് വലിയ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടികൾ കവർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരുന്ന യൂട്യൂബ് ചാനൽ ജോൺസൺ സാറിന് ഒരു ഉപകാരം. അത്ര സമയം ഷൂട്ടിങ് സെക്രട്ടറി ഏറ്റെടുത്തു. സാറിനെ ക്ഷണിക്കുന്നു. സാറിന് ഷൂട്ട് ചെയ്യാൻ നല്ല വശം, പക്ഷേ അപ്പോൾ ഇനി നന്ദി പറഞ്ഞ നമ്മുടെ പരിപാടികൾ അവസാനിക്കും. അതിനു മുമ്പായി നമ്മൾ ഇത്ര നേരത്തെ ഈ ഗൗരവമേറിയ കാര്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഗാനത്തോടു കൂടി നമുക്ക് വലിയ അവസാനിപ്പിക്കാം. ഒരു പാട്ട് പാടുന്നതിനായിട്ട് സുരേഷ് ചേട്ടനെ ക്ഷണിക്കും. അതിനുശേഷം നമുക്ക് ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ, വടംവലി എല്ലാം ഉണ്ട്. പ്രഥമ വാർഷികം ആഘോഷിക്കുന്ന സംഘത്തിന് എൻ്റെ പേരിൽ ഞാൻ ആദ്യമേ അംഗമെന്ന നിലയിലും ആശംസകൾ അർപ്പിക്കുന്നു. ഞാനൊരു ഗാനം ആലപിക്കാൻ ശ്രമിക്കുകയാണ്. പുളിയിലക്കരയോരും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറി ചാർത്തി നാഗഫണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതേ നീ വന്നു. ഞാൻ വിസ്മിത നേത്രനായി നിന്നു. പുളിയിലക്കരയോരും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറി ചാർത്തി പട്ടുടുത്തെത്തുന്ന പൗർണമിയായി എന്നെ തൊട്ടുണർത്തും പുലർവേളയായി മായാത്ത സൗവർണ സന്ധ്യയായി നീ എൻ്റെ മാറിൽ മാലേയ സുഗന്ധമായി സുസ്മിതേ നീ വന്നു. ഞാൻ വിസ്മിത നേത്രനായി നിന്നു. പുളിയിലക്കരയോരും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറി ചാർത്തി മെല്ലയുതീരും വഴക്കിലുക്കം പിന്നെ വെള്ളിക്കൊലുസിൻ മണിക്കിലുക്കം തേകി പകർന്നപ്പോൾ
ഏകാന്തതയുടെ ഗീതമായി സുസ്മിതേ നീ വന്നു. ഞാൻ വിസ്മയലോലനായി നിന്നു. പൊളിയിലക്കരയോലും പുടവ ചുറ്റിക്കുളിർ ചന്ദനത്തോടു കുറി ചാർത്തി. നാഗഫണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂതിരുകി സുസ്മിതേ നീ വന്നു. ഞാൻ വിസ്മിത നേത്രനായി നിന്നു. പുളിയിലക്കരയോലും പുടവ ചുറ്റിക്കുളിർ ചന്ദനത്തോടു കൂറി ചാർത്തി. താങ്ക് യു. വളരെ മനോഹരമായി സുരേഷ് ഏട്ടൻ പാടി. നന്ദി. ഇനി നമ്മുടെ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ സംഘാടകർ ശ്രീ ശിവദാസ് വട്ടക്കുഴി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും ഒരുപാട് ചടങ്ങുകൾ വേറെ നടക്കാനുണ്ട്. ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെല്ലാം കഴിച്ച് വേണം പിരിയാനായിട്ട്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്. ടീച്ചർ പുഷ്പാമാടം പറഞ്ഞു തന്ന കാര്യം വളരെ അർത്ഥവത്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. നമുക്ക് നമ്മുടെ വീടുകളിൽ ഇന്ന് നടക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് കുടുംബജീവിതം പോകുന്നത്. ഒരു കെട്ടുറപ്പില്ലാത്ത രീതിയാണ് ഇന്ന് എല്ലായിടത്തും കാണുന്നത്. അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് പോകുന്നു, അമ്മ അമ്മയുടെ വഴിക്ക് പോകുന്നു, മക്കൾ മക്കളുടെ വഴിക്ക് പോകുന്നു. ഈ രീതിയാണ്. ഈ വണ്ണംപേട്ടിൽ കഴിഞ്ഞ വർഷം ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ വണ്ടിക്കകത്ത് മയക്കുമരുന്ന് വെച്ച് പിടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണോ വാർത്ത? അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തയാള് ഈ പഞ്ചായത്ത് മെമ്പർ ഒരാളോട് വാങ്ങിയല്ലോ. ആ വാങ്ങിയ ആളെ പോലീസ് പിടിച്ചതിന് അന്വേഷണം വന്നപ്പോൾ ഈ പുള്ളി 2 വർഷമായി കച്ചവടം ചെയ്തു. 2 വർഷം കൊണ്ട് 2 കോടി രൂപ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഈ ബിസിനസ് ചെയ്യാതിരിക്കുമോ? 2 വർഷം കൊണ്ട് 2 കോടി രൂപ സമ്പാദിച്ചു. അതാണ് ഈ മയക്കുമരുന്നിൻ്റെ ഒരു കുഴപ്പം. തൊടുന്നോടത്തെല്ലാം പൈസ കിട്ടുന്നുണ്ട്. അത് ഇരട്ടി പൈസ കിട്ടുന്നത്. ഇന്ന് 1000 മുടക്കിയാൽ നാളെ അത് 10,000 കിട്ടും. ആ രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബിസിനസ് വർദ്ധിച്ചു വരുന്നത്. എല്ലാ ബിസിനസ്സുകാരുടെയും ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാലം ഉപരി നാളെ ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ബിസിനസ്സിൻ്റെ ഒരു തന്ത്രം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പരമാവധി ശൃംഖല അവരെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഇതിൻ്റെ കച്ചവടം കൂടിക്കൂടി വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യമെന്ന് പുഷ്പമടം പറഞ്ഞു. അതൊരു സത്യമായ കാര്യമാണ്. പണ്ട് കൃഷ്ണൻ്റെ ചെറുപ്പകാലത്ത് ചെറിയൊരു കഥയാണ്, പെട്ടെന്ന് നിർത്താം. കൃഷ്ണൻ്റെ ചെറുപ്പകാലത്ത് കൃഷ്ണൻ നല്ല മനോഹരമായിട്ട് ഓടക്കൊണ്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഓടക്കൊണ്ട് വായിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം യമുന നദിയാണ് ശ്രദ്ധിച്ചു. ഓളങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, തിരിച്ചു പോകുന്നില്ല. അപ്പോൾ കണ്ണൻ സംശയം, എന്താണ് ഓളങ്ങൾ തിരിച്ചു പോകാത്തത്? വീണ്ടും അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഞാൻ പാട്ട് പാടുമ്പോൾ കണ്ണൻ യമുന നോക്കിയപ്പോൾ യമുനയിലെ ഓളങ്ങൾ തിരിച്ചു പോകുന്നില്ല, അതെന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. അമ്മ പറഞ്ഞു, മോനെ അത് നിന്റെ പാട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചത് കൊണ്ടാണ് ഓളങ്ങൾ തിരിച്ചു പോകാത്തതെന്ന് പറഞ്ഞു. ഇന്നായിരുന്നെങ്കിലോ എന്ത് മറുപടി പറയും? അമ്മ പറയും, നീ നിന്റെ പണി നോക്കാം, അല്ലെങ്കിൽ നിനക്ക് അറിയില്ലായിരുന്നോ എന്ന് വെച്ച് 2 തുള്ളലുള്ളൂ. അത് കേൾക്കുമ്പോൾ കൊച്ചിൻ്റെ ഇടപാട് തീർന്നു. അപ്പം അതിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കണ്ണൻ്റെ പാട്ട് നല്ലതാണെന്ന് കണ്ണന് തന്നെ മനസ്സിലായി. അപ്പം അത് വെച്ച് കണ്ണൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പിള്ളേരാണെങ്കിലും അവരൊറ്റ ചോദ്യത്തിൽ അവൻ്റെ മലയൊടിക്കുന്ന മറുപടിയാണ് ഇന്ന് പലരും കൊടുക്കുന്നത്. പല അമ്മച്ചിമാരും അങ്ങനെ ഞാൻ പല കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന കാര്യം വലുതാകുമ്പോഴാണ് നമ്മൾ പ്രവൃത്തിയിലാക്കുന്നത്. ഈ ആന എത്ര ഭാരമുണ്ടെന്ന് പറയും? ഒരു ആനയ്ക്ക് ആവറേജ് 3.5 ടൺ ഭാരമുണ്ട്. അത്രയും ഭാരം വലിച്ച് പൊട്ടിക്കാനുള്ള ശേഷി അതിനുണ്ട്. ഇപ്പം ആനയുടെ കാലുകൾ ചങ്ങലയിട്ടുണ്ട്, ചെറിയ ചങ്ങലയാണ്. ഈ ആന ചെറുപ്പത്തിൽ തന്നെ ഈ ചങ്ങലയിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ആന ചെറുപ്പത്തിൽ വലിക്കുമ്പോൾ അതിന് ആരോഗ്യം കുറവാണ്. അപ്പോൾ വലിച്ച പൊട്ട് അത് വലുതാകുമ്പോഴും അവൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുക, ഞാൻ വലിച്ചാൽ അത് പൊട്ടില്ല. അതുകൊണ്ടാണ് ആ വലിച്ചു പൊട്ടിക്കാത്തത്. എന്നാൽ ശരിക്കും ആന വലിച്ച പൊട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യം മനസ്സിലിങ്ങനെ അങ്ങനെ സെറ്റാക്കി വെച്ചേക്കുക.
ആ സെറ്റ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അതാണ് ടീച്ചർ പുഷ്പ മാഡം പറഞ്ഞു തന്നത്. ചെറുപ്പത്തിൽ വളർത്തിയെടുക്കുന്ന കാര്യം വലുതാകുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് അത് കൊണ്ടുവന്ന് ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഈയിടെ ഒരു ചെറിയ കാര്യങ്ങൾ പറയാം. ഈയിടെ ഒരു വീട്ടിൽ പോയപ്പോൾ ഞാനൊരു മോളുമായിട്ട് സംസാരിച്ചു. 3 പെൺപിള്ളേരുണ്ടായിരുന്നു. മൂത്ത മോള് ഫോറൻസിക് പഠിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, മോൾ എന്താ ഫോറൻസിക് പഠിക്കാൻ കാര്യം? അപ്പോൾ അവൾ പറഞ്ഞു, ഈ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം നടന്നാലും ഫോറൻസിക് വരാതെ ആരും ചലിക്കില്ല എന്ന് പറഞ്ഞു. ശരിയത്. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, ബാക്കി എസ്ഐയോ പോലീസ് ആരും വന്നിട്ട് കാര്യമില്ല, ഫോറൻസിക് വന്നാലേ അത് തൊടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കത് ഇത് പാഷനായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പാഷൻ കിട്ടുന്ന പിള്ളേർ ഇത് ചുരുക്കമാണ്. അത് ചെറുപ്പത്തിലേ നമ്മൾ വളർത്തിയെടുത്താലേ അത് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ചെറിയൊരു കഥകൾ പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് തന്നെ കിട്ടും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ഈട് തന്നെ വരുന്ന രാമായണത്തിലൊരു ചൊല്ലുണ്ട്. അതിൻ്റെ കഥ പറയുന്നത് ഇപ്പം തീർക്കാം. പണ്ട് എൻ്റെ മനസ്സിൽ എനിക്ക് അനുഭവമുള്ള കഥയാണ്. ഈ ചുള്ളി സിറ്റിയിൽ ഈ റോഡിലൊക്കെ തൈലം ഉണ്ടാക്കി വെക്കുന്ന ഒരു പാർട്ടിയുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുറേ മരുന്നുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇടിച്ചു കൂട്ടിയിട്ട് അവിടെ തന്നെ അത് സ്റ്റവ് ഒക്കെ വെച്ച് റെഡിയാക്കി തിളപ്പിച്ച് എണ്ണയായിട്ട് കൊടുക്കും. ഒരാളത്ത് കച്ചവടത്തിന് വന്നു. കച്ചവടത്തിന് വന്നപ്പോൾ ഒരു പാർട്ടി ഇയാളോട്, ചേട്ടാ ഇവിടെ കച്ചവടം പറ്റത്തില്ല, നല്ല കള്ളായിട്ട് ഈ കൊന്നാക്കി ഇവിടുത്തെ കച്ചവടം പറ്റത്തില്ല, നീ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അന്നേരം ഇയാൾ, ചേട്ടാ ഞാൻ അരി മേടിക്കാൻ വന്നതാ, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്ന പറ്റുന്ന അങ്ങോട്ട് ഇവിടെ. എന്തായാലും ഇയാളുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും പോയി ഇച്ചിരി കഴിച്ചിട്ട് വന്നു. കഴിച്ചിട്ട് പുള്ളിക്ക് ഇരട്ടി പോസായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ്റെ ആ പടുതയുടെ സൈഡിൽ പോയി ഒറ്റ പൂക്ക് വെച്ചെടുത്തു. മരുന്നും മന്ത്രവും എല്ലാം തെടുത്ത് തൂട്ടിപ്പോയി. ഇയാളുടെ കണ്ണുനീര് ഒഴുകി. ഈ മരുന്നും കൊണ്ട് വന്നയാൾ. ഇയാൾ അന്നേരം ഒരു വാക്ക് പറഞ്ഞു, നീ 90 ദിവസം നിന്റെ കാലം നടക്കേണ്ടെന്ന് പറഞ്ഞു. 90 തേച്ചില്ല, അവൻ വീണു. ഇപ്പോഴും ആള് നടക്കില്ല, അരയ്ക്കാതെ തളർന്നു എടുക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് തന്നെ കിട്ടും, നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പം വെറുതെ ഒരാൾ വഴിയെ വന്നാൽ ഒന്ന് തിരിച്ചു കാണിച്ചോ, ആരെങ്കിലും ചിരിച്ചിരിക്കും, ഉറപ്പാണ്. ഏത് മനുഷ്യനാണ് ചിരിക്കും? പരിചയം വേണ്ട, ഒരു പരിചയം വേണ്ട, കണ്ടിട്ടും വേണ്ട. ആദ്യമായിട്ട് കണ്ടാൽ ഒരാളെ കണ്ട് ചിരിച്ചാൽ അല്ലെങ്കിൽ കൊണ്ട് ചിരിച്ചിരിക്കും, അത് സംശയമില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് ഇറങ്ങിയാണ്. ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിൻ്റെ കടമയിലേക്ക് ഇറങ്ങിയാണ്. എല്ലാവർക്കും ആദ്യമായിട്ട് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മുരുകൻ അവർക്ക് എൻ്റെ പേരിലും എൻ്റെ സംഘത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ കുടുംബാംഗമാണ്, തന്നെയുമല്ല നമ്മുടെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. പ്രിയപ്പെട്ട കോമൾ ടീച്ചറെ ഞാൻ എൻ്റെ പേരിലും ഈ സംഘത്തിൻ്റെ പേരിലും കൃതജ്ഞത അറിയിക്കുകയാണ്. അടുത്തത് മെമ്പർ നമ്മുടെ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറാണ് ട്രീസ മോൾ. എനിക്ക് മോളാനെ വിളിക്കാം, അതുകൊണ്ട് ധൈര്യമായിട്ട് വിളിക്കുന്നത്. ട്രീസ മോൾക്കും ഈ സംഘത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി അറിയിക്കാം. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കരുത്തനായ പ്രസിഡന്റ് SNDPയുടെ രണ്ടാം ടേബിളിൽ വന്നിരിക്കുന്ന പ്രസിഡന്റാണ് പ്രിയപ്പെട്ട കലേഷ് അവർക്കും എൻ്റെ പേരിലും ഈ സംഘത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്ത നമുക്ക് വളരെ വിശദമായിട്ട് വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ക്ലാസ് എടുത്തുന്ന പുഷ്പ മാഡമാണ്. പുഷ്പ മാഡത്തിനും എൻ്റെ പേരിലും ഈ സംഘത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം MSW പാസ്സായതിൻ്റെ പേരിൽ അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. അടുത്തത് നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട കരുത്തനായ സെക്രട്ടറിയാണ്. സെക്രട്ടറി എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. വളരെ ഉത്തരവാദിത്തമായിട്ട് ഒരുപാട് ജോലി അദ്ദേഹത്തിനുണ്ട്. എങ്കിലും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെ പോകുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഉറങ്ങാൻ പോലുള്ള സമയമില്ലാത്ത ആളാണ് അദ്ദേഹം. ഇത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക നന്ദി കൂടി അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ബൈജുവിന് ഈ സംഘത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘത്തിൻ്റെ രക്ഷാധികാരിയാണ്. ആദ്യം പറയേണ്ടതായിരുന്നു, സോറി. രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഘാടകനാണ്. ഇതിനെല്ലാം ഓടി നടന്ന് എല്ലാം വളരെ ചിട്ടയോടെ ഭംഗിയോടെ എല്ലാം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ എൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും സംഘത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് എത്തിച്ചേർന്ന സംഘ അംഗങ്ങൾ
എത്തിച്ചേരാത്ത അംഗങ്ങളുമുണ്ട്. അത് ചില പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കാം. എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ കാണുന്ന പോലല്ല, ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം അറിയുന്നത്. പുറമെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ചില ആൾക്കാരെ കണ്ടാൽ ഒരു രോഗം തോന്നില്ല. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒത്തിരി രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങളെ കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ ആ വിഷമം അറിയുന്നത്. അപ്പം അതുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാ സംഘങ്ങൾക്കും എൻ്റെ പേരിലും സംഘത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട്, എങ്കിലും വന്ന എല്ലാവർക്കും അതിഗംഭീരമായ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ നന്ദി അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. സോറി. ജെയ്മി ടീച്ചർ സെക്രട്ടറി പറഞ്ഞാൽ ജെയ്മി ടീച്ചർ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ സ്കൂളിൻ്റെ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിനും അദ്ദേഹത്തിനും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ വാർത്തകൾ കവർ ചെയ്യാൻ എത്തിയിരിക്കുന്ന ജോൺസൺ സാറിനെ എപ്പോൾ വിളിച്ചാലും ഏത് കാര്യത്തിൽ വിളിച്ചാലും ഓടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേരിലും യോഗത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ആർക്കെങ്കിലും നന്ദി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ യോഗ നടപടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഉച്ചഭക്ഷണത്തിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതുവഴി വന്ന് സ്റ്റേജ് വഴി വന്ന് ആ ഡോറിലൂടെ ഇറങ്ങി അവിടെ കൈ കഴുകി അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കുക. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് വരിക. പച്ചയാമിട്ട സകനിത്തല വെച്ചും പള്ളി കൊണ്ടിടുന്നതിൻ പാർശ്വയും മറ്റേ കാത്തുകൊള്ളുന്നു കുമാരിയും ഓകർന്നേ ഹനുമേ ആഴിവേരുകളൻ വേദം വെണ്ണുരകളാൽ തോടികൾ പോലെ തവതാരിപദങ്ങളിൽ തുള്ളിച്ചിരമ്പുകൾ ഇടിവിക്കുന്നു. തുവള്ളിച്ചിലമ്പുകൾ അണിയിക്കുന്നു. തൃപ്തി കൈവരാഞ്ഞഴിക്കുന്നു. പിന്നെയും തുടരുന്നു. ആഹാനിന്തോട്ടങ്ങളിൽ താമ്പൂരലസകളാൽ ഗൃഹസ്ഥാശ്രമികളായി ചമഞ്ഞ കമുങ്ങുകൾ കായ്ക്കൾ തങ്കനം കൊണ്ട് നമ്മുടെ മൂലികളായി കായ്ക്കതങ്കണം കൊണ്ടും നമ്മൂലികളായി ലോകോപകാരവും നേട ചാഞ്ചാടി നിന്നിടുന്നു. പഴുപ്പുകായ്കൾക്കെത്തും കാലത്ത് പവിഴച്ചാത്തഴകിൽ അണിയുന്ന മുളകൻ പൊടികളും പഴുപ്പുകായ്കൾക്കെത്തും കാലത്ത് പവിഴച്ചാത്തഴകിൽ അണിയുന്ന മുളകൻ പൊടികളും നമ്മുടെ വടംവലിയിലേക്ക് കിടക്കേണ്ട സമയമാകുവാണ്. അതിനു മുമ്പ് എന്തെങ്കിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. വടംവലിക്ക് അമ്മു കൈകാര്യം ചെയ്ത് വടംവലിക്കാനായിട്ട് നമ്മുടെ ആളുകൾ രണ്ട് ടീമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് കസേരയ്ക്ക് ഒന്ന് മാറ്റി ഉള്ള ആളുകൾ രണ്ട് ടീമായിട്ട് രണ്ട് സൈഡിൽ നിൽക്കും. ഒരു ടീമിൽ 5 പേര് വീതമാണ്. എല്ലാവരും റെഡിയായി നിൽക്കുക. റഫറിയുടെ നിർദ്ദേശം അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും റെഡിയാകുക. എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് കാണികളൊന്ന് പ്രോത്സാഹിപ്പിച്ച് ആ വലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വളരെ ആവേശകരമായ വടംവലിയാണ് ഇവിടെ നടക്കുന്നത്. സംഘം രക്ഷാധികാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമും ചെറുപ്പക്കാരുടെ പ്രതിനിധിച്ച്
വിഷ്ണു നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ടീമും വളരെ ആവേശകരമായ വടംവലി. ആ വലി 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 വടംവലി, ആവേശകരമായ വടംവലി മത്സരം. അങ്ങനെ സിജുവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഒന്നാമത്തെ മത്സരം ജയിച്ചിരിക്കുകയാണ്. സമ്മാനം പഠിച്ചിട്ടുണ്ട്. നീ വേണമെങ്കിൽ ഇറങ്ങി വരില്ല. ചേഞ്ച് ചെയ്താണ് അടുത്ത വലി. എല്ലാവരും റെഡിയായി? വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. നമുക്ക് ഇതിങ്ങനെ വലിച്ചത്. അതെ, അവരുടെ തുറുപ്പ് ചീട്ടിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരുന്നു. അങ്ങനെ മല്ലന്മാരിൽ മല്ലനായ അരുണിനെ ഇറക്കിക്കൊണ്ട് പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ്. ഇല്ല ആളുകൾ നിന്നില്ല. വിളിച്ചോ? ഒന്ന് പ്രോത്സാഹിപ്പിച്ചത് കൈയടിച്ചേ. ആവേശകരമായ വടംവലിയാണ്. ആവേശകരമായ വടംവലി, വളരെ ആവേശകരമായ വടംവലി. എല്ലാവരും പ്രോത്സാഹിപ്പിക്കരുത്. മത്സരം കടുത്ത മത്സരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഒന്ന് എന്ന നിലയിലാണ്. വിജയെ നിശ്ചയിക്കുന്നതിന് വേണ്ടി മൂന്നാമതൊരു മത്സരം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിധി നിർണയിക്കുന്ന മൂന്നാമത്തെ ഗെയിമിലേക്ക് ആവേശകരമായ മൂന്നാം മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ട് വിസിലായി. മൂന്നാമത്തെ വിസിലിന് വലിക്കണം. സ്റ്റാർട്ട്. ആവേശകരമായ മത്സരമാണ്. ഇതിൽ വിധി നിർണ്ണയിക്കും ആര് ജയിക്കും, ഏത് ടീം ജയിക്കും എന്നുള്ളത് ഈ മത്സരത്തിൽ നമുക്കറിയാം. വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. വളരെ ശക്തമായ മത്സരമാണ്. വളരെ ശക്തമായ ആവേശകരമായ മത്സരം. ആവേശകരമായ മത്സരത്തിൽ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. വളരെ ആവേശകരമായ മത്സരം. മത്സരം ജയിച്ച്
സിജിയും ടീമുകളും കൊള്ളായിരുന്നു. നല്ല ആവേശകരമായ മത്സരമായിരുന്നു കേട്ടോ. മൂന്നാമത്തെ ഗെയിമാണ്. വിജയിനി എന്ന് പ്രഖ്യാപിച്ച ശിവദാസ് ചേട്ടാ. വാശിയേറിയ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. സിജു നേതൃത്വം നൽകിയ ടീമാണ് നമുക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഒരു കയ്യടി കൊടുത്ത എല്ലാവരും. വാശിയേറിയ നല്ല മത്സരമായിരുന്നു. നല്ല ബലം പിടിച്ചു. നല്ല അധ്വാനം ഉണ്ടായിരുന്നു. താങ്ക് യു. രണ്ടാം സമ്മാനം ഏതൊരു ടീമിൽ? വൈദ്യുതി ടീമിനാണ് രണ്ടാം സമ്മാനം. സോറി ബാബുവിന്റെ ടീം. അപ്പൊ മത്സരം തീർന്ന് നമുക്ക് ഏറെക്കുറെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. നമുക്ക് ചെറിയ മത്സരമുണ്ട്. സൗഹൃദ മത്സരമാണ്. എല്ലാവർക്കും പങ്കെടുക്കാം. പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു മത്സരമാണ്. പറയാം. ഇത് കഴിഞ്ഞാൽ കസാരവളി കൂടിയുണ്ട്. അപ്പൊ ഈ മത്സരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അവിടെ പഠിക്കും. അക്ഷരം 56. അമ്പത്താറ് 70 കവറിൽ ആരും വന്നില്ല. അടുത്താരാ? ആർക്കും നോക്കുന്നേ. നിങ്ങൾക്ക് രസമല്ലേ? ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, കവർ ചെയ്തു. സുരേഷ് 72 ആക്കിയിട്ടുണ്ട്. ഇനി ആരാ മത്സരിക്കാൻ വരുന്നേ? വാ. ആർക്കാ ധൈര്യമുള്ള? കൈ പിടിച്ചിട്ടാണോ? അതെ പ്രസിഡന്റ് ഞാനത് പറ്റില്ല. ആരാളെ മത്സരം അവസാനിക്കും കേട്ടോ. രണ്ട് നിലയായിട്ടോ. അപ്പറേ പറയും. എത്ര പേരുണ്ട്? അതെ, എത്ര പേരുണ്ട്? 7 പേര്. കസേര കളി ആരംഭിക്കുകയാണ്. ആരൊക്കെ റെഡിയാവുന്ന വന്ന് ഇറങ്ങി വന്ന പിള്ളേര് കേരള മുന്നോട്ട് പോകണം. ബാക്കിലേക്ക് പോയി ഇരിക്കരുത് കസേര ഉണ്ടെങ്കിൽ. നമുക്ക് തുടങ്ങാം. റെഡി? 1, 2, 3, 4. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 2 പേരിരുന്നു. ഒരാൾ ഔട്ട്. ആരാ പോണെ? ആദ്യം ഇരുന്നാരാ? ഓക്കെ. എന്നാ ഒരു കസേര മറ്റേ തുടങ്ങാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125
അവസാനം എത്തിയിട്ടുണ്ട്. ഒരു കസേരയും രണ്ടുപേരും. തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. സാറിന്റെ കസേരകളിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ഏറ്റവും ചെറിയ ആളാണ് ഒന്നാം സമ്മാനം കിട്ടിയാണ് മിടുക്കൻ. അടുത്ത വലിയ ആൾക്കാർക്കാണ്. മുതിർന്നവർ എത്ര കസേര വയ്ക്കാം? എന്താ റെഡി ആക്കി? എല്ലാം റെഡിയോ? സുരേഷ് ഇങ്ങോട്ട് വരും. അതെ എണ്ണാൻ നിലക്ക് പോലെ ഇതിന് കയറി അതിന്റെ അടുത്തടുത്ത് നിൽക്കുക. ഓരോ കസേരയുടെ ചോട്ടിൽ ഓരോരുത്തർ നിൽക്കുക. ഓരോ കസേരയുടെ ചോട്ടിൽ നിൽക്കുക. അവിടെ ഇരിക്കുന്നത് തലയിരുന്നത് കസേരയുടെ അടുത്ത് നിൽക്കുക. കസേരയുടെ ചോട്ടിൽ നിൽക്കുക എല്ലാവരും. ഓക്കെ തുടങ്ങാം. 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 അജിത് ഔട്ട്. സുരേഷ് ഔട്ട്. രണ്ടുപേരും ഔട്ട്. ഒരു കസേര മാറ്റിക്കോ. തുടങ്ങാം. റെഡിയല്ലേ? റെഡി 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 26. അരുൺ പുറത്തായി. ഒരു കസേര മാറ്റിക്കേ. തുടങ്ങാം. 1 2 3 4 5 6 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. സിജി പോയി. ഒരു കസേര മാറ്റിക്കോ. സിജി പോയി. റെഡിയാ? റെഡിയാ? തുടങ്ങാം. 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കസേര മാറ്റിയോ? തുടങ്ങാം. 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 റെഡി 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. തുടങ്ങാം. കസേര മാറ്റിയോ? റെഡി 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 17 18 19 20 21 22. ഒരു കസേര എടുത്തോ. ആ കസേര പോയി. ആ അതെ കാണും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 റെഡി? തുടങ്ങാം. ആരെയും 3 പേര്. ആ തുടങ്ങാം. റെഡി 1 2 3 4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഫൈനൽ റൗണ്ടിൽ ഹരീഷും സുരേഷും മത്സരം നടത്തുന്നത്.
ധൈര്യമായിട്ട് വളരെ അതൊന്നും നിൽക്കാൻ പാടില്ല. അതൊന്നും വലിയ കാര്യം. പിന്നെ എത്ര ആവും? 7 പേരാ? അത് 6 അവസരം മതി. റെഡി? എന്റെ ഇത്ര കാര്യം അടുത്ത ഓരോരുത്തർ ഓരോ കസേര അടുത്ത് നിന്നാൽ മതി. അത് തുടങ്ങാം. റെഡി? 1 2 3 4. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23. ഒരാൾ പോയി. ഒരു കസേര മാറ്റിക്ക്. വിഷം പോയി. 23 നിർത്തരുത്. തുടങ്ങാം. 23 നിർത്തരുത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 30. Ready? 1 2 3 4. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 സൂപ്പർ. തിരികൂട്ടി പോയി. തുടങ്ങാം. Ready? 1 2 3 4. 1 2 3 4 5 അടുത്ത 3 പേര് 2 കസേര. ഇത് തുടങ്ങുവാണ്. റെഡി? 1 2 3 4. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ടീച്ചർ പോയി. വാശിയേറിയ മത്സരം. 2 പേര് വന്നു. അയലോക്കാരാണ്. മത്സരം വാശിയേറിയ മത്സരം ആരംഭിക്കുകയാണ്. റെഡി? 1 2 3 4. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 35 പുറത്തായി. എന്നാൽ എല്ലാ കാര്യങ്ങളിലും വന്ന ആദ്യ അവസാനം പങ്കെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ഏർപ്പെടുത്തിയ ആളുകൾ അത് ചെയ്തു. അതുപോലെ ഓഡിറ്റോറിയം ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വളരെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സഹിച്ച എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികൾ ഇവിടെ പൂർണ്ണമാകും.